മനക്കൽ തറവാടിൻ്റെ പ്രൗഢി ഇന്നും ഒട്ടും ചോർന്നിട്ടില്ല. പണ്ടത്തെ ആ പ്രൗഢിയോടെ തന്നെ ഇന്നും ആ തറവാട് തലയുയർത്തി നിൽക്കുന്നു. നാലുകെട്ടും നല്ല തേക്കിൻ്റെ മച്ചും വരിക്കപ്പലകകൾ പാകിയ നിലവും അകത്തളങ്ങളിൽ എവിടെയും പ്രതിധ്വനിക്കുന്ന നിശബ്ദതയും മനക്കലിന് മറ്റൊരിടത്തും ലഭിക്കാത്ത ഗാംഭീര്യം നൽകി. എന്നാൽ ആ പാരമ്പര്യത്തിൻ്റെയും നാട്ടിൻപുറത്തെയും തണുപ്പിലും ആ തറവാട്ടിലെ പേരക്കുട്ടി ഹരിനന്ദൻ എന്ന നന്ദൻ്റെ മനസ്സിൽ പണ്ട് വീശിയ കൊടുങ്കാറ്റിൻ്റെ അലകൾ ഇപ്പോഴും അടങ്ങാതെ തന്നെ കിടന്നു. നന്ദന് 30ാമത്തെ വയസ്സാണിത്. പക്ഷേ പ്രായത്തിൻ്റെ തിളക്കമൊന്നും അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു നിരാശയും നിർവികാരതയും മാത്രമായിരുന്നു അവൻ്റെ കണ്ണിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നത്. 1 വർഷം മുൻപ് ഒരു മകരമാസത്തിൻ്റെ കുളിരിലാണ് ആ ദുരന്തം മനക്കൽ തറവാടിനെ തേടി വന്നത്. നന്ദൻ്റെ ഭാര്യ മായ. അവൾ ഈ തറവാട്ടിലെത്തിയിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. മനോഹരമായ ചിരിയും എല്ലാവരോടും വിനയത്തോടെയുള്ള പെരുമാറ്റവും മായയെ പെട്ടെന്ന് തന്നെ ആ വീട്ടുകാർക്ക് പ്രിയങ്കരിയാക്കി. നന്ദൻ്റെ കാര്യത്തിലും മാറ്റമില്ലായിരുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലെങ്കിലും മായ മനക്കലേക്ക് വന്നതോടെ നന്ദൻ്റെ ജീവിതത്തിന് ഒരു നിറം വന്നിരുന്നു. പ്രണയത്തിൻ്റെ നിറം. ഈ 4 വർഷം കൊണ്ട് അവൻ അവളെ അത്രയേറെ സ്നേഹിച്ചു പോയിരുന്നു. ആ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറമാണ് 1 വർഷം മുൻപ് ഒരു കത്ത് മാത്രം ബാക്കിയാക്കി മായ മായ്ച്ചു കളഞ്ഞത്. അന്നൊരു സന്ധ്യ കഴിഞ്ഞ നേരമായിരുന്നു അത്. തറവാടിൻ്റെ വടക്കിനിയിലെ മരപ്പലകയിൽ ചാരിയിരിക്കുകയായിരുന്നു നന്ദൻ. കയ്യിലൊരു പുസ്തകവുമുണ്ട്. ഏതോ ഒരു നോവലാണ്. കുന്നിൻമുകളിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് ചെറിയ രീതിയിൽ അവിടേക്ക് കേൾക്കാമായിരുന്നു. ആ പാട്ടിൻ്റെ ചെറിയ ശബ്ദത്തിൽ ആ പുസ്തകവും വായിച്ചുകൊണ്ട് നന്ദൻ അങ്ങനെ ഇരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് അമ്മയും വല്യമ്മയും ചെറിയമ്മയുമെല്ലാം പതിവ് പോലെ സംസാരത്തിലാണ്. വാതിൽ പാതി അടച്ച ആ മുറിയിൽ ഫോണിലും നോക്കി കട്ടിലിൽ ഇരിപ്പാണ് മായ. എല്ലാം സാധാരണമായിരുന്നു, ശാന്തവും. പെട്ടെന്നാണ് മായയുടെ ഫോണിലേക്കൊരു കോൾ വന്നത്. അവൾ ആ ഒരു കോളിന് വേണ്ടി കാത്തിരുന്നതുപോലെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സമയം വീണ്ടും കടന്നുപോയി. നന്ദൻ ഇപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിപ്പാണ്. അപ്പോഴാണ് നന്ദൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നത്. മോനെ നന്ദ, മായമോൾ എവിടെ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, അമ്മ ചോദിച്ചു. അവൾ മുറിയിലുണ്ടമ്മേ, നന്ദൻ പറഞ്ഞു. ഇല്ല മോനെ, മോള് ഇവിടെ എങ്ങുമില്ല. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. മോനൊന്ന് വിളിച്ചു നോക്ക്. അമ്മ പറഞ്ഞതും അവൻ ഫോണെടുത്ത് വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ആ പരക്കം പാച്ചിൽ ആരംഭിച്ചത്. ആ വീടും പറമ്പും ആകെ അവർ തിരഞ്ഞു. എവിടെയും കാണാതെ അവർ വീണ്ടും തുറന്നു തന്നെ കിടക്കുന്ന അവരുടെ മുറിയാകെ തിരഞ്ഞു. അപ്പോഴാണ് കട്ടിലിൽ തലയിണയ്ക്ക് അടിയിൽ നിന്നും 4 മടക്കായി മടക്കിയ ഒരു കടലാസ് നന്ദൻ കണ്ടത്. അത് നന്ദൻ വിറയ്ക്കുന്ന കൈകളോടെ തുറന്നു നോക്കി. അതിൽ മായയുടെ കൈയക്ഷരം. നന്ദേട്ടന്, ഈ കത്ത് എഴുതുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഒത്തിരി ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എൻ്റെ മനസ്സ് നിറയെ തീയാണ്. അതൊരിക്കലും ഈ വീടിൻ്റെയോ നന്ദേട്ടൻ്റെയോ നന്ദേട്ടൻ്റെ വീട്ടുകാരുടെയോ കുറ്റമല്ല. ഞാനിവിടെ പൂർണ്ണ സന്തോഷവതിയായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എൻ്റെ സന്തോഷം നന്ദേട്ടൻ ആയിരുന്നില്ല. അത് മറ്റൊരാളും മറ്റൊരു ലോകത്തുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ആ ആളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ ആ ആളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ആ ആള് തിരിച്ചെന്നെയും. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളയാൾ മാത്രമാണ് എൻ്റെ ലോകം. പിന്നെ ഇതുപോലൊരു തറവാടിൻ്റെ പ്രൗഢിയിലേക്കും ഒതുക്കത്തിലേക്കും എന്നെപ്പോലെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചേരില്ല. എന്നോട് ക്ഷമിക്കണം, എന്നെ മറന്നേക്കൂ എന്ന് സ്നേഹത്തോടെ മായ. എല്ലാവരുടെയും നോട്ടം നന്ദൻ്റെ മേലാണ്. നന്ദൻ്റെ കയ്യിൽ നിന്നും ആ കത്ത് വിറച്ചു. അവൻ്റെ ഭാവവും നിൽപ്പും കണ്ട് അവൻ്റെ അമ്മ വേഗം വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ കടലാസ് വാങ്ങി വായിച്ചു. എല്ലാവരും ഒരുപോലെ ഞെട്ടി. എല്ലാവരോടും അത്രയും സ്നേഹത്തിൽ നിന്നിരുന്ന അവളിൽ നിന്നും അങ്ങനെയൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെല്ലാം അവളുടെ വെറും നാടകമായിരുന്നെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ആദ്യം തലച്ചോറ് ആകെ മരവിച്ചു പോയെങ്കിലും പിന്നീടത് ഒരു തീയായി പടർന്നു. അപമാനം, വർഷങ്ങളായി ഈ തറവാട് കാത്തു സൂക്ഷിച്ച പാരമ്പര്യം, അവൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ്, അഭിമാനം എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു.
നാട്ടുകാർക്കെല്ലാം പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കാരണം കിട്ടിയിരിക്കുന്നു. വീടാകെ പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ. മായ പോയതറിഞ്ഞ് ബന്ധുക്കൾ ഇരച്ചു കയറി വന്നു. സങ്കടം ബോധിപ്പിക്കാനല്ല, ഉള്ളുകൊണ്ട് ചിരിക്കാൻ കൂടി വേണ്ടി. മുറിയിൽ നിന്ന് അവളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് വാരിക്കൂട്ടി മുകളിൽ അടച്ചിട്ടിരുന്ന പഴയൊരു മുറിയിൽ കൊണ്ടുപോയി വെച്ചു. അവളുടെ ഒരു സാധനങ്ങൾ പോലും ഇനി ഇവിടെ കണ്ടുപോകരുത്. തറവാടിന് മാനക്കേടുണ്ടാക്കിയവൾ. നന്ദന്റെ അച്ഛൻ്റെ മൂത്ത സഹോദരൻ അലറി. നന്ദൻ പക്ഷേ നിശബ്ദനായിരുന്നു. അവന് ആരോടും പ്രതികരിക്കാൻ തോന്നിയില്ല. മായയുടെ പ്രണയം സത്യമായിരുന്നില്ലേ? അവൾക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒന്നും താൻ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും സ്വാതന്ത്ര്യവും അവൾക്കിവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് തന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അത് തന്നോടൊന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് എന്തിന് മറ്റൊരാൾക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞവളെ തനിക്ക് പിന്നീട് സ്നേഹിക്കാൻ കഴിയുമായിരുന്നോ? എങ്കിലും എപ്പോഴായിരിക്കും അവൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക? കല്യാണത്തിന് മുൻപോ അതോ തൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നന്ദനെ വട്ടം കറക്കി. ഓരോ തവണ മുറിയുടെ പടിക്കൽ എത്തുമ്പോഴും അവളുടെ ചിരിയും നന്ദേട്ട എന്ന് വിളിച്ചിരുന്ന അവളുടെ ശബ്ദവും അവനെ വേട്ടയാടി. അവളോടിപ്പോൾ ഒരു തരിമ്പ് പോലും സ്നേഹമില്ല. തന്നെ ഇത്രമേൽ നാണം കെടുത്തിയവളോടുള്ള ദേഷ്യവും വെറുപ്പും മാത്രം. തൻ്റെ കൂടെ ജീവിച്ച് തന്നെ ചതിച്ചവൾ. ആ മുഖമായിരുന്നു ഇപ്പോൾ അവൻ്റെ മനസ്സിൽ അവൾക്ക്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം മുൻപോട്ട് വന്നിരിക്കുന്നു. മനക്കിലെ ചുവരുകൾക്കുള്ളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു നിന്നു. എല്ലാവരും ചിരിക്കുന്നത് കുറഞ്ഞു. നന്ദന്റെ കാര്യത്തിലാണെങ്കിൽ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ജീവിതത്തെ ഒരു യന്ത്രത്തെപ്പോലെ മുൻപോട്ട് കൊണ്ടുപോയി. പക്ഷേ കുടുംബത്തിന് അത് പോരായിരുന്നു. അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടുകളയാൻ അവർക്ക് പറ്റുന്നതായിരുന്നില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് വിളക്കുവെച്ചു കഴിഞ്ഞ ശേഷം തറവാട്ടിലെ മുതിർന്നവരെല്ലാം പൂമുഖത്ത് ഒരുമിച്ചു. ആ തറവാട്ടിലുള്ളവർ കൂടാതെ നന്ദന്റെ 2 അമ്മാവന്മാരും വന്നിട്ടുണ്ട്. എല്ലാവരും എങ്ങനെയെങ്കിലും നന്ദന്റെ വിവാഹം വീണ്ടും നടത്തണമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. മുകളിൽ ആയിരുന്ന നന്ദനെ നന്ദന്റെ അമ്മ സാവിത്രി ചെന്ന് വിളിച്ചുകൊണ്ടുവന്നു. അമ്മയുടെ കൂടെ താഴേക്ക് നടക്കുമ്പോഴേ നന്ദന് അറിയാമായിരുന്നു തൻ്റെ വിവാഹം തന്നെയാവും താഴത്തെ ചർച്ചാ വിഷയമെന്ന്. മോനെ നന്ദ, വല്യമ്മാവൻ സംസാരം തുടങ്ങി. എത്ര കാലം ഇങ്ങനെ മുൻപോട്ട് പോകും? വല്യമ്മാവൻ ചോദിച്ചു. എന്താണ് വല്യമ്മാമേ? മനസ്സിലായില്ല. കാര്യം മനസ്സിലായെങ്കിലും അവൻ മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. മനക്കലിന് ഒരവകാശി വേണ്ടേ? നിനക്ക് വയസ്സ് 30 കഴിഞ്ഞു. പഠിക്കൽ ഒരു കൊച്ചു കളിച്ചു നടക്കേണ്ട കാലമായി. ആ മായ കാരണം നമ്മുടെ മാനം പോയി. ശരിയാണ്. പക്ഷേ അവളെ ആരും ഇനി ഓർക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എങ്ങനെയാ മോനെ? നിനക്കും വേണ്ടേ കുടുംബവും കുട്ടികളും? വല്യമ്മാവൻ ചോദിച്ചു. ഒരു നിമിഷം നന്ദന് മായയുടെ മുഖം ഓർമ്മ വന്നു. തൻ്റെ കൂടെ ജീവിച്ചിരിക്കെ മറ്റൊരാളെ സ്നേഹിച്ച് ഓടിപ്പോയവൾ. നന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. എങ്കിലും നന്ദൻ ശ്വാസമൊന്ന് നീട്ടിയെടുത്ത് തൻ്റെ ദേഷ്യം അടക്കി പിടിച്ചു. വല്യമ്മാമേ, പ്ലീസ്, എനിക്കിപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എൻ്റെ മനസ്സിൽ... അവൻ പറഞ്ഞു വന്നതേ വല്യമ്മാവൻ അവനെ തടഞ്ഞു. മനസ്സോ? എന്തു മനസ്സ്? അവൾ നിന്റെ മനസ്സും കൊണ്ടാണോ പോയത്? ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ നീ എന്തിനാണ് മനസ്സിലിട്ട് നടക്കുന്നത്? വല്യമ്മാവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അങ്ങനെയല്ല വല്യമ്മാമേ ഞാൻ പറഞ്ഞത്. അവൾക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. എനിക്ക് അവളോട് വെറുപ്പും ദേഷ്യവും മാത്രമേയുള്ളൂ. പക്ഷേ ഇനിയൊരു കല്യാണത്തിന് ഇപ്പോൾ എൻ്റെ മനസ്സ് ഒരുക്കമല്ല. സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ എനിക്ക് പേടിയാണ്. ഇനി വരുന്നവളും ഇതുപോലെയാണെങ്കിൽ, അവളും ഒരിക്കൽ ഇതുപോലെ ആരുടെയെങ്കിലും കൂടെ പോയാൽ... വെയ്യ വല്യമ്മാമേ, തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. നന്ദൻ പറഞ്ഞു നിർത്തി. അമ്മയും അച്ഛനും അടക്കം എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മുഖത്തായിരുന്നു. അവൻ ചോദിക്കുന്നതും പറയുന്നതുമെല്ലാം ശരിയാണ്. എങ്കിലും അവനെ എങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അവനൊരു കൂട്ട് വേണ്ടേ? എല്ലാ പെൺകുട്ടികളും മായയെപ്പോലെ ആവില്ലല്ലോ. എടാ മോനെ, മായ അങ്ങനെ ആയെന്ന് വെച്ച് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആവില്ല മോനെ. നല്ല കുട്ടികളുമുണ്ട്, അച്ഛൻ പറഞ്ഞു. ശരിയായിരിക്കും അച്ഛാ, നല്ല പെൺകുട്ടികളുമുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നത് നല്ലൊരു പെൺകുട്ടിയായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? വേണ്ട, ഇനിയും ചതിക്കപ്പെടാൻ വയ്യ, അവൻ ഉറപ്പിച്ചു പറഞ്ഞു.
എല്ലാം കേട്ടുനിന്ന അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോനെ, മോൻ്റെ സങ്കടവും പേടിയും അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് വയ്യ മോനെ. പറയുമ്പോൾ അമ്മയുടെ സ്വരം ഇടറിയിരുന്നു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും നന്ദൻ നിസ്സഹായനായി തലകുനിച്ചു. അവിടെയാണ് താൻ തോറ്റുപോകുന്നത്. ആ നിറഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പിടിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. അവനൊന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. അത് നോക്കി നിന്ന വല്യമ്മാവൻ അമ്മയോട് പറഞ്ഞു, സാവിത്രി, നീ പറഞ്ഞാൽ നന്ദൻ കേൾക്കും. നീ പറഞ്ഞാൽ മാത്രമേ നന്ദൻ കേൾക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നിന്നോടൊന്നും എതിർത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാ അവനൊന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയത്. നീ തന്നെ എന്തെങ്കിലും പറഞ്ഞ് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്ക്. വല്യമ്മാവൻ പറഞ്ഞത് തന്നെയായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. അവൻ സമ്മതിക്കണമെങ്കിൽ അവൻ്റെ അമ്മ തന്നെ പറയണം. 2 ദിവസത്തിന് ശേഷമുള്ളൊരു രാത്രി നന്ദൻ മുറിയിൽ ഏതോ പുസ്തകവും വായിച്ചിരിപ്പുണ്ട്. അപ്പോഴാണ് അമ്മ അവിടേക്ക് കയറി വന്നത്. വാതിലാരോ തള്ളി തുറക്കുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കി. അമ്മയാണ്. അമ്മയുടെ കയ്യിലൊരു ഗ്ലാസ് കാപ്പിയുണ്ട്. ആ ഗ്ലാസ്സിൽ ഒരു സ്പൂണും. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചു. അപ്പോഴാണ് അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയത്. അമ്മയുടെ കണ്ണുകളാകെ ഒരുപാട് കരഞ്ഞെന്ന വണ്ണം ചുവന്നു വീർത്തിരിക്കുന്നു. എന്തു പറ്റി അമ്മേ? അമ്മ കരഞ്ഞോ? അവൻ പുസ്തകം കിടക്കയിലേക്ക് വെച്ചുകൊണ്ട് ഒരു തരം വെപ്രാളത്തോടെ അമ്മയോട് ചോദിച്ചു. അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. കയ്യിലെ ആ ഒരു ഗ്ലാസ് കാപ്പി അമ്മ മേശപ്പുറത്തേക്ക് വെച്ചു. നന്ദ, മോനെ, നീ എന്തിനാ ഇനിയും ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതെല്ലാം പറയുന്നത്? അമ്മയുടെ ശബ്ദം ഇടറി. അമ്മേ, പ്ലീസ്, അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് വയ്യ. എനിക്കിപ്പോൾ മറ്റൊരാളെ കൂടെ കൂട്ടുന്നത് ചിന്തിക്കാൻ പോലും വയ്യ. കുറച്ചു കാലം ഞാൻ സമാധാനത്തോടെ ഒറ്റയ്ക്കൊന്നും ജീവിച്ചോട്ടെ. നന്ദൻ യാചിക്കുന്നത് പോലെ പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഈ തറവാടിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊന്നും മോൻ ആലോചിക്കേണ്ട. പുറത്തുള്ള ആളുകൾ പറയുന്നതും എൻ്റെ കുട്ടി കാര്യമാക്കണ്ട. ഇന്ന് നിന്നെക്കുറിച്ച് പറയുന്നവർ നാളെ വേറെ എന്തെങ്കിലും കിട്ടിയാൽ അവരെക്കുറിച്ച് പറയും. അതുകൊണ്ട് ആളുകൾ എന്ത് പറയുന്നു എന്നെൻ്റെ കുട്ടി ഓർക്കേണ്ട. പക്ഷേ നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? നിന്റെ കാര്യം ഓർത്തോർത്ത് ഞാൻ ഉറങ്ങിയിട്ട് എത്രയായെന്നറിയോ? മായ, അവൾ ഒരുത്തി അങ്ങനെയായെന്ന് വെച്ച് എല്ലാവരും അങ്ങനെയല്ല മോനെ. എൻ്റെ മോനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി വരും. നിനക്കൊരു കൂട്ടായി കാണാതെ എനിക്കെന്തേലും പറ്റിയാൽ എൻ്റെ കണ്ണടയില്ല മോനെ. അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മോൻ സമ്മതിക്കണം. അമ്മയുടെ നല്ല മോനല്ലേ? അമ്മ നന്ദൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ വീണ്ടും എതിർത്തു പറയാൻ അവനാകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മോൻ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ സത്യമായും അമ്മ പറയാണ്, അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും. എൻ്റെ കുട്ടി ഇങ്ങനെ വേദനയും തിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. പറഞ്ഞുകൊണ്ട് അമ്മ സാരിത്തലപ്പിൽ കെട്ടിയിരുന്ന എലിവിഷമെടുത്ത് കാപ്പിയിലേക്കൊഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കാൻ തുടങ്ങി. നന്ദൻ ഞെട്ടി, ശരിക്കും ഞെട്ടി. ഞാൻ ഈ വിഷം കഴിച്ചു മരിക്കും. അവള് ആരുടെയോ കൂടെ പോയി സുഖമായി ജീവിക്കുന്നു. നീ മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയണുണ്ടെന്ന് നിനക്കറിയോ? നീ ഒരു വിവാഹം കഴിക്കാതെ ഇരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാനിത് കുടിക്കും. ആളുകൾക്ക് മനക്കലിനെ പറ്റി പുതിയതൊന്ന് സംസാരിക്കാൻ കിട്ടട്ടെ. നിന്റെ ഇഷ്ടക്കേട് ഈ അമ്മയുടെ ജീവൻ എടുക്കും നന്ദ. ആ വാക്കുകൾ നന്ദനെ തളർത്തിക്കളഞ്ഞു. ഈ ലോകത്ത് അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ അമ്മയാണ്. ആ അമ്മയെ സങ്കടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അവനാവില്ലായിരുന്നു. എന്തായാലും താൻ ഇങ്ങനെ യാതൊരു അർത്ഥവുമില്ലാതെയാണ് ജീവിക്കുന്നത്. അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഇതാണ് ഇഷ്ടമെങ്കിൽ സമ്മതിച്ചു കൊടുത്തേക്കാം. അങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകട്ടെ, അവൻ കരുതി. കാരണം അമ്മയുടെ ജീവൻ വെച്ച് കളിക്കാൻ അവനാകില്ലായിരുന്നു. അമ്മേ, വേണ്ട, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സമ്മതിക്കാം. അമ്മ പറയുന്നത് പോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും ഞാൻ കെട്ടിക്കോളാം. നന്ദൻ പറഞ്ഞതും അമ്മ നന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കണ്ണീരിന് നന്ദൻ്റെ ആത്മാവിനെ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അവൻ അമ്മയുടെ പുറത്ത് പതിയെ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ എന്തിനോ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. നന്ദനെ അമ്മയ്ക്ക് നന്നായി അറിയാം. ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് അവൻ കളിക്കില്ല. ആദ്യം കുറച്ച് അകൽച്ചയുണ്ടായാലും പിന്നെ അവൻ അവളെ സ്നേഹിക്കും. ഒരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടികളിൽ ഒരാളായിരിക്കും അവൾ. ആ ഉറപ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു.
അതുതന്നെയാണ് ഇനി ഒരു കല്യാണം നടത്താനുള്ള അവരുടെ ധൈര്യവും. നന്ദൻ കല്യാണത്തിന് സമ്മതം പറഞ്ഞതും പിന്നെ ആലോചനയുടെ ഒരു തിരക്കായിരുന്നു വീട്ടിൽ. പല ബ്രോക്കർമാരെയും ഏൽപ്പിച്ചു. എല്ലാവർക്കും തിരക്കായിരുന്നു മനയ്ക്കൽ തറവാട്ടിലെ കല്യാണം നടത്താൻ. വേറൊന്നുമല്ല, കാര്യമായി തന്നെ കയ്യിൽ എന്തെങ്കിലും തടയും. മായയുടെ ആലോചന കൊണ്ടുവന്ന ബ്രോക്കറോട് മനഃപൂർവ്വം തന്നെ പറഞ്ഞില്ല. അമ്മയും വല്യമ്മയും രാവിലെ അമ്പലത്തിലേക്കിറങ്ങിയതാണ്. നല്ലൊരു പെൺകുട്ടിയെ നന്ദന് കാണിച്ചു തരണേ എന്ന് ഭഗവാനോട് പറയണം. അതാണ് അമ്മയുടെ ഒരേയൊരു ലക്ഷ്യം. അമ്പലത്തിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് മുകളിൽ നിന്നും അവൾ താഴേക്കിറങ്ങി വന്നത്. വെള്ള നിറത്തിലൊരു ചുരിദാറിട്ട് വരുന്ന അവളെ ഒരു ദേവതയെപ്പോലെ സാവിത്രിയമ്മയ്ക്ക് തോന്നി. അവരുടെ കണ്ണുകൾ അവളിൽ തന്നെ തങ്ങി നിന്നു. വല്ലാത്തൊരു ഐശ്വര്യമുണ്ടായിരുന്നു അവൾക്ക്. അവൾ നേരെ ഇറങ്ങിച്ചെന്നത് ഏറ്റവും താഴെയിരുന്ന് പൂ വിൽക്കുന്ന ഒരു പല്ലില്ലാത്തൊരു മുത്തശ്ശിക്കടുത്തേക്കായിരുന്നു. അവൾ കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനമെടുത്ത് അവരുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. അവരവളെ നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്നുണ്ട്. ഐഷ്, എന്തു ഭംഗിയാ എൻ്റെ സുന്ദരിക്കുട്ടിയുടെ ചിരി കാണാൻ, അവൾ പറഞ്ഞുകൊണ്ട് അവരുടെ കവിള് പിടിച്ച് കൊഞ്ചിച്ചു. കാന്താരി, അവരവളുടെ കയ്യിൽ പതിയെ തല്ലി. നേരം വൈകി, ഞാൻ പോട്ടേട്ടോ പറഞ്ഞുകൊണ്ട് അവൾ വേഗം ചെരുപ്പുമിട്ട് മുൻപിലേക്ക് നടന്നു. നടന്നതാണോ ഓടിയതാണോ എന്നറിയില്ല. തിരക്കിട്ട് പോകുന്ന അവളുടെ നീണ്ട മുടി ആ താളത്തിനൊത്തങ്ങനെ ആടുന്നുണ്ട്. ഏട്ടത്തി, അതേതാ കുട്ടി? ദൂരേക്ക് നടന്നു പോകുന്ന അവളെ തന്നെ നോക്കിക്കൊണ്ട് സാവിത്രിയമ്മ ചോദിച്ചു. അതോ, അത് നമ്മളെ വടക്കേലെ രാഘവന്റെ മോള്, ലക്ഷ്മിയമ്മ മറുപടി പറഞ്ഞു. രാഘവന് 2 മക്കളല്ലേ, ഇളയതാണോ ഇത്? മുൻപോട്ട് നടക്കുന്നതിനിടയിൽ സാവിത്രിയമ്മ വീണ്ടും ചോദിച്ചു. അല്ല സാവിത്രി, ഇത് മൂത്തതാണ്. ഇളയതിൻ്റെ കല്യാണമായിരുന്നു അന്ന് നടന്നേ. 2 വർഷമൊക്കെയായി കാണും, ലക്ഷ്മിയമ്മ പറഞ്ഞു. അപ്പോഴേക്കും അവർ ശ്രീകോവിലിന് മുൻപിൽ എത്തിയിരുന്നു. സാവിത്രിയമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് നന്ദനെക്കുറിച്ചായിരുന്നു. ഇനിയെങ്കിലും തൻ്റെ കുഞ്ഞിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം കിട്ടണേ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തിരിച്ച് അമ്പലത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ സാവിത്രിയമ്മയുടെ ഉള്ളിൽ കുറച്ചു മുൻപ് അവിടെ നിന്നും ഇറങ്ങിപ്പോയവളുടെ മുഖം നിറഞ്ഞു നിന്നു. ഏട്ടത്തി, ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാ എൻ്റെ ഓർമ്മ, സാവിത്രിയമ്മ പറഞ്ഞു. നിന്റെ ഓർമ്മ ശരിയാ സാവിത്രി, ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നീ ഓർക്കുന്നില്ലേ, ഇളയതിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അന്ന് എല്ലാവർക്കും ഇതായിരുന്നു പറയാനുണ്ടായിരുന്നത്. ചേച്ചിയുള്ളപ്പോൾ അനിയത്തിയുടെ കല്യാണം നടത്തുകയാണോ എന്നും ചോദിച്ച് അന്ന് നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഇതായിരുന്നു വിഷയം. ലക്ഷ്മിയമ്മ പറഞ്ഞതും സാവിത്രിയമ്മ ലക്ഷ്മിയമ്മയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഏട്ടത്തി, എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ മുതൽ ഒരാഗ്രഹം, നമ്മുടെ നന്ദന് വേണ്ടി ആ കുട്ടിയെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. സാവിത്രിയമ്മ പറഞ്ഞതും ലക്ഷ്മിയമ്മയുടെ കണ്ണുകളും ഒന്ന് വിടർന്നു. വെളുത്തു മെലിഞ്ഞ് അധികം നീളമൊന്നുമില്ലാതെ നീണ്ട മുടിയുള്ള ഒരു ചെറിയ പെൺകുട്ടി. അവൾക്ക് 10-26 വയസ്സുണ്ടെങ്കിലും കണ്ടാൽ അത്രയൊന്നും പറയില്ല. നല്ല കുട്ടിയാ സാവിത്രി, അതിനെക്കുറിച്ച് ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ അത് എന്തുകൊണ്ടായിരിക്കും ഇതുവരെ കല്യാണത്തിനൊന്നും സമ്മതിക്കാത്തത്? പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, ചില കുട്ടികൾക്ക് കല്യാണത്തിനോടൊന്നും താല്പര്യമുണ്ടാവില്ല. എന്തായാലും നമുക്ക് വീട്ടിലൊന്ന് പറഞ്ഞു നോക്കാം. ചോദ്യവും ഉത്തരവുമെല്ലാം ലക്ഷ്മിയമ്മ തന്നെ പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കെ ഒരു നിമിഷം ലക്ഷ്മിയമ്മയൊന്ന് നിന്നു. പിന്നെ പതിയെ സാവിത്രിയമ്മയെ ഒന്ന് നോക്കി. അല്ല, നന്ദൻ സമ്മതിക്കുമോ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അവൻ സമ്മതിക്കും. ഈ കാര്യത്തിൽ അവന് അങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നുമില്ല. ഇതുതന്നെ എത്ര നിർബന്ധിച്ചിട്ടാണ് അവൻ അവസാനമൊന്ന് സമ്മതിച്ചത്. ഇനി അവൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപ് എത്രയും വേഗം കല്യാണം നടത്തണം. എൻ്റെ കുട്ടിക്ക് ഒരു കൂട്ടായി കണ്ടാലേ എനിക്കെന്തേലും പറ്റിയാലും എൻ്റെ കണ്ണടയൂ. സാവിത്രിയമ്മയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു വന്നു. വെറുതെ വേണ്ടാത്തതൊന്നും പറയണ്ട സാവിത്രി, എല്ലാം ശരിയാകും. സാവിത്രിയമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാനെന്നോണം ലക്ഷ്മിയമ്മ പറഞ്ഞു. വീട്ടിലെത്തി കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതം. അവിടെ ചെന്ന് സംസാരിക്കാൻ ബ്രോക്കറോട് ഏൽപ്പിച്ചു. എത്ര നല്ല ആലോചന കൊണ്ടുകൊടുത്താലും ആ കുട്ടിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് ബ്രോക്കർ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് ആദ്യമേ അറിയാമായിരുന്നു.
കാരണം എത്ര നല്ല ആലോചനകൾ വന്നാലും ഇപ്പോൾ കല്യാണം വേണ്ടെന്നും പറഞ്ഞ് ആ കുട്ടിയെല്ലാം തള്ളിക്കളയാറാണ് പതിവ്. നന്ദന്റെ കാര്യത്തിൽ രണ്ടാം കെട്ടുകൂടി ആവുന്നതുകൊണ്ട് തീർച്ചയായും അത് തള്ളിക്കളയാനാണ് സാധ്യത. എങ്കിലും അയാൾ ചെന്ന് അവളുടെ വീട്ടിൽ വിവാഹകാര്യം പറഞ്ഞു. മനക്കൽ തറവാട്ടിൽ നിന്നും ഒരു കല്യാണാലോചന എന്നു കേട്ടപ്പോൾ തന്നെ അവർ ഞെട്ടി. കാരണം അവരും തങ്ങളും തമ്മിൽ ആടും ആനയും പോലെ വ്യത്യാസമുണ്ട്. അവരുമായൊരു ബന്ധം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. മനക്കൽ തറവാടിനെ പറ്റി അവർക്ക് നന്നായി അറിയാം, ആ വീട്ടിലുള്ളവരെയും. അവിടെയുള്ള എല്ലാവരും വളരെ നല്ലവരാണ്. ആ നാട്ടിലെ തന്നെ പേരുകേട്ട തറവാട്ടുകാരാണ്. സമ്പന്ന കുടുംബമാണ്. പക്ഷേ അതിൻ്റെ ആർഭാടവും അഹങ്കാരവും ഒന്നും അവർക്കില്ല. നന്ദനെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. വേണ്ടാത്ത യാതൊരു ദുശീലങ്ങളുമില്ല. പിന്നെ മായ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത് നന്ദന്റെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അവർക്ക് എതിർക്കാൻ തോന്നിയില്ല. മോൾ എന്തായാലും ഒരു കല്യാണത്തിനും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒറ്റയാൻതടിയായി നിൽക്കാനാണ് അവളുടെ പോക്കെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി അവളെ നിർബന്ധിച്ച് അവർക്കെല്ലാം മതിയായതാണ്. അതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവളുടെ വീട്ടുകാർ നന്ദന്റെ വീട്ടുകാരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. ഇത് ദേവപ്രിയ, വടക്കേലെ രാഘവന്റെയും സുഭദ്രയുടെയും മൂത്ത മകൾ. അവൾക്കൊരു അനിയത്തിയുണ്ട്, ശിവപ്രിയ. 2 വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു മാലാഖ കുട്ടിയുടെ അമ്മ കൂടിയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ യാതൊരു കുഴപ്പവുമില്ല. സുഖവും സന്തോഷവുമായി ജീവിക്കുന്നു. ദേവപ്രിയ തൊട്ടടുത്തുള്ള ഒരു ഹൈസ്കൂളിൽ കണക്ക് അധ്യാപികയാണ്. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം അവൾ അമ്പലത്തിൽ പോകും. അമ്പലം, സ്കൂൾ, വീട്, ഇതാണ് അവളുടെ ജീവിതം. വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെയുണ്ട്. അതിൻ്റെ എല്ലാം മേൽനോട്ടവും ദേവപ്രിയയ്ക്കാണ്. അങ്ങനെ കൃഷിയൊക്കെ നോക്കി വീടും സ്കൂളും അമ്പലവും ഒക്കെയായി അവൾ അങ്ങനെ ജീവിക്കുന്നു. കല്യാണത്തിന് എല്ലാവരും അവളെ ഒത്തിരി നിർബന്ധിച്ചതാണ്. പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് അവൾ പറയുന്നു. എന്നാൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അതുമില്ല. വൈകിട്ട് സ്കൂൾ വിട്ടു വന്നതാണ് ദേവപ്രിയ. മുറ്റത്തെ പൈപ്പിൽ നിന്നും കാലുകഴുകി അവൾ ഉമ്മറത്തേക്ക് കയറി. അവൾക്ക് സ്വന്തമായി ആക്റ്റീവയുണ്ട്. പക്ഷേ അവൾ എന്നും സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നതും വരുന്നതും. വീട്ടിൽ നിന്ന് 10 മിനിറ്റ് ദൂരമേയുള്ളൂ സ്കൂളിലേക്ക്. 2 വളവ് കഴിഞ്ഞാൽ വലിയൊരു പാടമാണ്. ആ പാടത്തിലൂടെ നേരെ നടന്നാൽ സ്കൂളിന് സൈഡിലുള്ള റോഡിലേക്ക് ചെന്ന് കയറാം. മഴക്കാലത്ത് മാത്രമേ അവൾ വണ്ടി എടുക്കാറുള്ളൂ. അതും വളരെ ചുരുക്കം മാത്രം. ഇല്ലെങ്കിൽ റോഡിലൂടെ നടന്നു തന്നെ പോയി വരും. എന്തോ അവൾക്ക് കാറ്റും വെളിച്ചവും ഒക്കെ കണ്ട് നടന്നു പോയി വരാനാണ് ഇഷ്ടം. മുറ്റത്തെ പൈപ്പ് തുറന്ന് കാല് കഴുകുന്ന ശബ്ദം കേട്ടതും അമ്മ അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് വന്നു. അച്ഛൻ എവിടെ അമ്മേ? ഉമ്മറത്തേക്ക് വന്ന അമ്മയെ കണ്ട് അവൾ ചോദിച്ചു. ദേ അടുക്കളപ്പുറത്തുണ്ട്, ചെടിക്ക് വെള്ളം നനയ്ക്കുക, അമ്മ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് മുറിയിലേക്ക് പോയി സാരി മാറ്റി ഒരു ടീഷർട്ടും മിടിയും ഇട്ടുവന്നു. ഇപ്പോൾ കണ്ടാൽ ഒരു ടീച്ചറാണെന്ന് പറയുകയേയില്ല. 10ലോ +2ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കുടിച്ചിട്ട് പോ പെണ്ണേ. അടുക്കളപ്പടി ഇറങ്ങുന്ന അവളെ കണ്ട് അമ്മ പറഞ്ഞു. അമ്മ എടുത്തു വെച്ചോ, ഞാൻ ഇപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കളപ്പുറത്തുള്ള ആ ചെറിയ പച്ചക്കറിത്തോട്ടത്തിലേക്ക് അവൾ നടന്നു. അവളുടെ അച്ഛന് കൽപ്പണിയായിരുന്നു. 2 വർഷം മുൻപ് ഒരു അറ്റാക്ക് വന്നു. അതിനുശേഷം പണിക്ക് പോകുന്നില്ല. അച്ഛന് പണിക്ക് പോകാനായിരുന്നു ഇഷ്ടം. എന്നാൽ അവൾ കാതു പൊട്ടുന്ന ചീത്ത പറഞ്ഞ് വീട്ടിൽ ഇരുത്തിച്ചതാണ്. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്ന് കണ്ട് അടുക്കളപ്പുറത്ത് ആദ്യമുണ്ടായിരുന്ന കൃഷി അച്ഛനിപ്പോൾ കുറച്ച് അധികം വിശാലമാക്കി. ഇപ്പോൾ ആ തോട്ടത്തിൽ ഇല്ലാത്ത പച്ചക്കറികൾ ഒന്നുമില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊന്നും പുറത്തുനിന്നും വാങ്ങാറില്ല. ഇങ്ങ് താ അച്ഛേ പറഞ്ഞുകൊണ്ട് അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഹോസ് വാങ്ങി. നീ വന്നിട്ട് എന്തേലും കുടിച്ചോ കണ്ണാ? അവൾ വെള്ളം നനയ്ക്കുന്നത് ഒരു ചിരിയോടെ നോക്കി നിന്നുകൊണ്ട് അച്ഛൻ ചോദിച്ചു. കണ്ണ എന്നാണ് അച്ഛനും അമ്മയും അവളെ വിളിക്കുന്നത്. ഇല്ല അച്ഛേ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കുടിക്കാം, അവൾ പറഞ്ഞു. മനക്കിൽ നിന്ന് വന്ന ആലോചനയുടെ കാര്യം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് സാവധാനം പറയാമെന്ന് കരുതി. അവൾ വെള്ളം നനയ്ക്കുന്നതും സംശയം തോന്നുന്ന ചെടികളുടെ ഇലകളുമെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നതും നോക്കിക്കൊണ്ട് അച്ഛൻ അങ്ങനെ നിന്നു.
ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞ് അവളും അച്ഛനും വരുമ്പോഴേക്കും അമ്മ ചായയൊക്കെ എടുത്തു വെച്ചിരുന്നു. ചായയും നല്ല ചൂടുള്ള പഴംപൊരിയും. പഴംപൊരി വീട്ടിൽ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. കൈയും കാലും കഴുകിയ ശേഷം അടുക്കളപ്പുറത്തിരുന്ന് തന്നെ ചായയും കുടിച്ചു. പിന്നെ നേരെ ചെന്ന് അലക്കും കുളിയൊക്കെ അങ്ങ് പാസാക്കി. പിന്നെ കുറച്ചു നേരം ടി വിക്ക് മുൻപിൽ. അമ്മ ഉള്ള സീരിയലെല്ലാം കാണും. അച്ഛൻ എതിർത്തൊന്നും പറയാറില്ല. കണ്ടു കണ്ട് അച്ഛനും ശീലമായി കാണണം. അവർക്കൊപ്പം അവളും ചെന്നിരിക്കും. സീരിയൽ കാണുന്നതിനേക്കാളുപരി അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കുറച്ചു സമയം ഒരുമിച്ചിരിക്കുക, അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുക, ഇതാണ് അവളുടെ ഉദ്ദേശം. പിന്നീട് ശിവയെ വീഡിയോ കോളിൽ വിളിച്ച് അല്പസമയം സംസാരിക്കും. അതും 3 പേരും ഒരുമിച്ചിരുന്ന് തന്നെ. ശിവയെ കാണുക എന്നതിനേക്കാളുപരി കുഞ്ഞിമണിയെ കാണുക എന്നതാണ് ആ കോളിൻ്റെ പ്രധാന ലക്ഷ്യം. അവരുടെയെല്ലാം തങ്കക്കുടമാണ് അവൾ. അവളെ കാണാതെ, അവളുടെ കൊഞ്ചിക്കൊണ്ടുള്ള അവ്യക്തമായ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും അവർക്ക് നിൽക്കാൻ വയ്യ. വീഡിയോ കോൾ കഴിഞ്ഞാൽ പിന്നെ അത്താഴം കഴിക്കും. അതും 3 പേരും ഒരുമിച്ചിരുന്ന് തന്നെ. അത്താഴം കഴിച്ച് മുറിയിൽ കയറിയാൽ പിന്നെ നാളത്തേക്ക് വേണ്ടിയുള്ള നോട്ട്സ് തയ്യാറാക്കുന്ന തിരക്കാണ്. അതും കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കിടത്തം. ഇതാണ് അവളുടെ ഒരു ദിവസം. അന്ന് അത്താഴവും കഴിഞ്ഞ് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അച്ഛൻ അവളെ പിറകിൽ നിന്നും വിളിച്ചത്. കണ്ണാ. അച്ഛൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. എന്താ അച്ഛേ? അവൾ ചോദിച്ചു. മോളിങ്ങ് വന്നിരിക്കി. അച്ഛൻ ഇരിക്കുന്ന സെറ്റിയിലൊന്ന് തട്ടിക്കൊണ്ട് അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ അച്ഛൻ അരികിൽ ചെന്നിരുന്നു. എന്താ അച്ഛേ? അവൾ വീണ്ടും ചോദിച്ചു. അച്ഛൻ അവളെ തന്നെയൊന്ന് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു. അച്ഛൻ പിന്നെയും പിന്നെയും ഇത് തന്നെ പറയുമ്പോൾ മോളൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയോ അച്ഛയുടെ കണ്ണന്? മോൾക്കും ഒരു ജീവിതം വേണ്ടേ? അത് കാണുന്നതല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം? അച്ഛൻ പറഞ്ഞതും അവളൊന്ന് തിരിഞ്ഞ് അമ്മയെ നോക്കി. വിചാരിച്ചതുപോലെ തന്നെ പിറകിലായി വന്നു നിൽക്കുന്നുണ്ട് അമ്മ. എന്തേ, ആരേലും പുതിയ വല്ല ആലോചനയും കൊണ്ട് വന്നിട്ടുണ്ടാകും അല്ലേ? എൻ്റെ അച്ഛാ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കല്യാണമൊന്നും വേണ്ടെന്ന്. ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്, അതുപോരെ? അവൾ പറഞ്ഞതും അമ്മയും അച്ഛനും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. എന്താ മോളെ ഇത്? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇനിയും അമ്മയെയും അച്ഛനെയും മോൾ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ? അമ്മ പറഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്കിരുന്നു. അവളൊന്നും പറയാതെ അങ്ങനെ ഇരുന്നു. അവൾക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ആരാണ്, എന്താണ്, എവിടെയുള്ളതാണെന്ന് പോലും. മോളെ, മോൾക്കറിയുന്നവരാണ്. മനക്കൽ തറവാട്ടിലെ ഹരിനന്ദൻ. നിനക്കറിയില്ലേ അവനെ? 2ാം കെട്ട് ആണെന്നേയുള്ളൂ. അച്ഛൻ മോളെ നിർബന്ധിക്കില്ല. പക്ഷേ അവൻ്റെ ഭാര്യ ആരുടെയോ കൂടെ ഓടിപ്പോയത് അവൻ്റെ കുഴപ്പമല്ലല്ലോ. ഇനിയൊരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടന്നവനാ. ഇപ്പോൾ അവരൊക്കെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിച്ചെന്ന്. നല്ല കുടുംബമാണ് മോളെ, നല്ല ആൾക്കാരും. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തവർ. ഇതിപ്പോൾ നിന്നെ ഈ അടുത്ത് അമ്പലത്തിലെങ്ങാനും വെച്ച് അവൻ്റെ അമ്മയും വല്യമ്മയും കണ്ടെന്ന്. അപ്പോൾ അവർക്കൊരു മോഹം, നിന്നെ നന്ദനെക്കൊണ്ട് കെട്ടിച്ചാലോ എന്ന്. എന്താ മോളെ അഭിപ്രായം? അവരൊന്ന് വന്ന് കണ്ടോട്ടെ. നമ്മൾ അഹങ്കാരം കളിച്ചു എന്ന് വേണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. അവളെങ്ങോ നോക്കിയിരിക്കുകയാണ്. മോളെ. അമ്മ അവളുടെ തോളിൽ തട്ടി വിളിച്ചു. അവൾ ഏതോ ചിന്തയിൽ നിന്നെന്ന വണ്ണം ഒന്ന് ഞെട്ടി. പിന്നെയൊന്നും പറയാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി നിന്ന അമ്മയും അച്ഛനും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. ഇതും നടക്കാൻ പോകുന്നില്ലെന്ന പോലെ ഒരു ഭാവമായിരുന്നു അവരിൽ അപ്പോൾ. മനക്കൽ തറവാട്ടിലെ ഹരിനന്ദൻ. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തവർ. അച്ഛൻ പറഞ്ഞ ഈ 2 വാചകങ്ങളായിരുന്നു അവൾക്കുള്ളിൽ അപ്പോൾ നിറഞ്ഞു നിന്നത്. അത് തന്നെ വീണ്ടും വീണ്ടും കാതിൽ കേൾക്കുന്നത് പോലെ. മുറിയിലേക്ക് കയറിയതും അവൾ വേഗം വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തു. പിന്നെയൊരു യന്ത്രം കണക്കെ ആ ജനലിനോരം ചെന്നു നിന്നു. ആ ജനവാതിലങ്ങ് തുറന്നതും നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് അങ്ങ് അടിച്ചു കയറി. ഒരു നിമിഷം അവൾ അങ്ങ് വിറച്ചുപോയി. ദൂരെ കാണുന്ന നിലാവിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കേട്ടത് വിശ്വസിക്കാനാകാതെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. ആരോടും പറയാതെ, ആരും അറിയാതെ തൻ്റെ ഹൃദയത്തിൽ താൻ ഒളിപ്പിച്ചു വെച്ച തൻ്റെ പ്രണയം, ആദ്യത്തേതും അവസാനത്തേതും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തവർ ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കി.
ഹൃദയത്തിന് ഉയർച്ചയും താഴ്ചയും വലിയവരും താഴ്ന്നവരും അതൊന്നും അറിയില്ലല്ലോ. ഒന്നും നോക്കാതെ അതങ്ങ് സ്നേഹിച്ചു കളയും. ഹൃദയത്തിലേക്കങ്ങ് ഏറ്റെടുത്ത് കളയും. അതുതന്നെയായിരുന്നു തൻ്റെ ഹൃദയത്തിനും സംഭവിച്ചത്. ഒന്നും നോക്കാതെ അങ്ങ് സ്നേഹിച്ചു കളഞ്ഞു. ഓർത്തു വെക്കാൻ ഒന്നിച്ചുള്ള നല്ലൊരു ഓർമ്മകളോ സൂക്ഷിച്ചു വെക്കാൻ അവൻ്റേതായിട്ടുള്ള ഒരു ഫോട്ടോയോ ഇല്ല. കണ്ണടച്ചു നിന്നാൽ ഹൃദയത്തിൽ ആ ചിരിക്കുന്ന മുഖമിങ്ങനെ തെളിഞ്ഞു വരും. അതുമാത്രമേയുള്ളൂ കയ്യിൽ. അന്ന് ആരോ പറഞ്ഞറിഞ്ഞു മനയ്ക്കൽ ഹരിനന്ദൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന്. അന്ന് ആ നാട്ടിലെ അധിക പെൺകുട്ടികളുടെയും കണ്ണിൽ കണ്ടത് നിരാശയോ സങ്കടമോ ഒക്കെയായിരുന്നു. അവരും അവനെ സ്നേഹിച്ചിരുന്നിരിക്കണമെന്ന് തോന്നിയിരുന്നു. ആരും കൊതിക്കുന്ന നാട്ടിലെ താരമായിരുന്നു അവൻ. പക്ഷേ താനൊഴിച്ച് അന്ന് നിരാശയും സങ്കടവും പ്രകടിപ്പിച്ച എല്ലാവരും കല്യാണം കഴിച്ച് അവരുടെ ജീവിതവും നോക്കിപ്പോയി. താൻ മാത്രം ഇന്നും നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. മറക്കാൻ ഒത്തിരി തവണ ശ്രമിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ആലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അതിൽ ആരെയെങ്കിലും കെട്ടിയാലോ എന്നുവരെ തോന്നിയതാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴേ നെഞ്ചു വേദനിക്കും. ഹൃദയം രണ്ടായി മുറിയുന്നത് പോലെയൊരു വേദന. അമ്മയും അച്ഛനും ഒത്തിരി നിർബന്ധിക്കുമ്പോൾ പലപ്പോഴും മാറി ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വേണ്ടെന്ന് പറഞ്ഞ് ഹൃദയം ഉറക്കെ അലമുറയിടും. യാതൊരു അടുപ്പവുമില്ലാത്ത ഒരാളോട് ഹൃദയം എന്തിനിങ്ങനെ ചായുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉത്തരത്തിനായി പലവട്ടം ഹൃദയത്തിനോട് കെഞ്ചിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ചിലപ്പോൾ ഹൃദയത്തിനും അറിയുന്നുണ്ടായിരിക്കില്ല അതിൻ്റെ ഉത്തരം. അന്ന് വിവാഹം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ മുറിയിൽ കയറി വാതിലടച്ച് ഒത്തിരി കരഞ്ഞു. കരഞ്ഞു വീർത്ത കണ്ണുകൾ കണ്ട് അമ്മയും അച്ഛനും പേടിച്ചു പോയി. തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് കല്യാണത്തിൻ്റെ അന്നും ഇത് തന്നെയായിരുന്നു അവസ്ഥ. സങ്കടം സഹിക്കാനാവാതെ ഒത്തിരി കരഞ്ഞു. പിന്നീട് പലപ്പോഴും രണ്ടുപേരെയും ഒരുമിച്ച് കാണേണ്ടി വന്നു. അവിടേക്ക് നോട്ടം കൊടുക്കാതിരിക്കാൻ ഒത്തിരി ശ്രമിച്ചു. മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ. മറന്നുകളയാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ അതിനും പറ്റിയില്ല. മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വരാൻ തുടങ്ങിയതും അതും നിർത്തി. ഓർക്കാനും ശ്രമിച്ചില്ല. കല്യാണമേ ഇഷ്ടമല്ലെന്ന രീതിയിൽ നടന്നു. താൻ കാരണം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാകരുതെന്ന് കരുതി നിർബന്ധിച്ച് അവളുടെ കല്യാണം നടത്തി. ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി തരാമെന്ന് അമ്മയും അച്ഛനും ഒരുപോലെ പറഞ്ഞു. അതും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പിന്നീട് ഒരു ദിവസം കേട്ടത് മനയ്ക്കൽ ഹരിനന്ദൻ്റെ ഭാര്യ ആരുടെയോ കൂടെ ഒളിച്ചോടി എന്നതായിരുന്നു. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. തൻ്റെ കണ്ണീരാണോ അവരുടെ ജീവിതം തകരാൻ കാരണമെന്ന് പോലും വിചാരിച്ചു പോയി. മനസ്സുകൊണ്ട് പോലും അങ്ങനെയൊന്ന് വിചാരിച്ചിരുന്നില്ല. എന്നിട്ടും കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞു. പിന്നീട് ഒറ്റയ്ക്ക് പോകുന്നവനെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ വല്ലാത്ത പ്രയാസമായിരുന്നു. വീണ്ടും അവൻ ഒറ്റയ്ക്കായി തുടങ്ങിയപ്പോൾ തൻ്റെ മനസ്സും അവനെ ആഗ്രഹിച്ചു തുടങ്ങി. ഹൃദയത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുക്കിവെച്ച പ്രണയം വീണ്ടും മുള പൊട്ടിത്തുടങ്ങി. ഒരിക്കലും സ്വന്തമാകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. കാരണം തനിക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിലായിരുന്നു അവൻ. ആ അവനെയാണ് തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് അവർ നിൽക്കുന്നത്. താനൊന്ന് മൂളിയാൽ അവൻ തനിക്ക് സ്വന്തം. വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അവളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേറ്റതും അവൾക്ക് വല്ലാതെ തലവേദനിക്കുന്നത് പോലെ തോന്നി. ഇന്നലെ രാത്രി ചിന്തകൾക്കും കരച്ചിലുകൾക്കും ഒടുവിൽ എപ്പോഴോ ആണ് അവൾ വന്നു കിടന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, ക്ലാസ്സില്ല. അതുകൊണ്ട് അവൾ കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നു. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. എന്നും സ്ഥിരമായി എഴുന്നേൽക്കുന്ന സമയത്ത് അവളെ കാണാതെ വന്നതും അമ്മ വന്ന് വാതിൽ തുറന്നു. നേരത്തെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൾ ചെന്ന് വാതിൽ തുറന്നു വെച്ചിരുന്നു. അമ്മ അകത്തേക്ക് ചെന്നതും അവൾ നല്ല ഉറക്കമാണ്. അമ്മ അവൾക്കരികിൽ ചെന്നിരുന്ന് അവളുടെ മുടിയിലൂടെയൊന്ന് തലോടി. അപ്പോഴാണ് അവളുടെ വീർത്തിരിക്കുന്ന കൺപോളകൾ അമ്മ ശ്രദ്ധിച്ചത്. കണ്ണാ, മോളെ എഴുന്നേറ്റേ, എന്തു പറ്റി, സുഖമില്ലേ? അമ്മ പതിയെ അവളെ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ പതിയെ കണ്ണു തുറന്നു. എന്തു പറ്റി മോളെ, വയ്യേ? അമ്മ അവളുടെ കണ്ണുകൾ കണ്ട് ചോദിച്ചു. തലവേദനയാ അമ്മേ, ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. പിന്നെ ഇന്ന് പോകാനില്ലല്ലോ, അതുകൊണ്ട് വീണ്ടും കിടന്നു. പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു.
അതുകണ്ട് അമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എഴുന്നേറ്റ് വന്നേ, അമ്മ നല്ലൊരു കട്ടൻ കാപ്പി ഇട്ടുതരാം. അത് കുടിച്ചാൽ ഈ തലവേദനയൊക്കെ അങ്ങ് മാറും. അമ്മ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒന്നുകൂടി അമ്മയെ ചുറ്റിപ്പിടിച്ച് ചുരുണ്ടുകിടന്നു. ശനിയാഴ്ചയും കഴിഞ്ഞ് പിറ്റേന്ന് ഞായറാഴ്ച. ഇന്നാണ് അവർ പെണ്ണ് കാണാൻ വരുന്നത്. അമ്മയും അച്ഛനും ഒത്തിരി നിർബന്ധിച്ച ശേഷം അവളൊന്നും പറയാതെ മുറിയിലേക്ക് നടന്നു. വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല അവൾ. അമ്മ ഒത്തിരി കരഞ്ഞിരുന്നു. അതുകൊണ്ടാകണം അവൾ എതിർത്തൊന്നും പറയാതിരുന്നതെന്ന് അവർക്ക് തോന്നി. നന്ദനും കുടുംബവും പെണ്ണ് കാണാനായി വന്നു. കാറിലാണ് അവർ വന്നത്. നന്ദനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുകാണൽ എന്നത് ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അവന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വിവാഹം നടക്കുമെന്ന് അവന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. കരിഞ്ഞ നീല കളറിൽ പിങ്ക് ബോർഡർ വരുന്നൊരു സാധാരണ കോട്ടൺ സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. നന്നായി ഞൊറിഞ്ഞുടുത്ത ആ സാരി അവളുടെ ദേഹത്തോട് ഒട്ടിച്ചേർന്ന് വല്ലാത്തൊരു ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. ചായയുമായി അവർക്ക് മുൻപിലേക്ക് പോകുമ്പോൾ ഇതുവരെയുണ്ടായിരുന്ന നെഞ്ചിടിപ്പ് ഒന്നുകൂടെ കൂടിയിരുന്നു. ആ സമയം അവൾ നടക്കുന്നത് ഭൂമി പോലും അറിഞ്ഞിരുന്നോ എന്നത് സംശയമാണ്. അത്രമേൽ പതിഞ്ഞിരുന്നു ആ നടത്തം. എല്ലാവർക്കും ചായ കൊടുത്ത് അവസാനം നന്ദന് നേരെ ആ ചായ ഗ്ലാസ് നീട്ടുമ്പോൾ അവളൊന്ന് വിറച്ചു പോയിരുന്നു. എങ്കിലും അതാരും മനസ്സിലാക്കാതിരിക്കാനായി അവൾ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ നന്ദന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തൻ്റെ പെണ്ണുകാണലല്ല ഈ നടക്കുന്നത് എന്നതുപോലെ ഒരു ഭാവമായിരുന്നു അവന്. എന്നാൽ പിന്നെ മക്കൾക്കെന്തേലും സംസാരിക്കാനുണ്ടെൽ സംസാരിച്ചോട്ടെ അല്ലേ? ബ്രോക്കർ ചോദിച്ചതും രണ്ടു വീട്ടുകാരുടെയും ഉള്ളമൊന്ന് കിടുങ്ങി. രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം മുടങ്ങിപ്പോകുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. നന്ദനും ദേവയും സംസാരിക്കാനായി മുറ്റത്തേക്കിറങ്ങി. അവന് പിറകെ നടക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. മെറൂൺ കളർ ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് അവനെ വല്ലാത്തൊരു ഭംഗി തോന്നിപ്പോയി അവൾക്ക്. ചിലപ്പോൾ അവൻ അവളുടെ ഹൃദയത്തിൽ എന്നോ സ്ഥാനം പിടിച്ചു പോയതുകൊണ്ടാകണം ഇതുവരെ മറ്റാരിലും തോന്നാത്തൊരു ഭംഗി അവൾക്ക് അവനിൽ തോന്നിയത്. കുറച്ചു സമയം അവർക്കിടയിൽ ഒരു നിശബ്ദത അങ്ങനെ നിറഞ്ഞു നിന്നു. പിന്നെ ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നന്ദനാണ്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടും എന്തേ താൻ കല്യാണം കഴിക്കാതിരുന്നേ? അവൻ ചോദിച്ചു. ആ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളൊന്ന് കഷ്ടപ്പെട്ട് ചിരിച്ചു. ഒന്നുമില്ല, എന്തോ കല്യാണം കഴിക്കാൻ തോന്നിയില്ല. ഈ ഒരാൾക്ക് പകരം മറ്റൊരാളെയും ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോ എന്തു തോന്നി ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ? അവൻ വീണ്ടും ചോദിച്ചു. ഇപ്പോഴും കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെ അമ്മയും അച്ഛനും കുറേയായി പറയുന്നു. അവർക്ക് എന്തേലും പറ്റിപ്പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്ന ആവലാതിയാണ് അവർക്ക്. അവളൊരു നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു. എന്നുവെച്ചാൽ അവർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണോ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? അല്ലെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ കള്ളമായി പോകും. അമ്മയും അച്ഛനും ഒത്തിരി നിർബന്ധിച്ചു. അമ്മ കരഞ്ഞു. ഒരു കല്യാണമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് അനിയത്തിയുടെ കല്യാണം നടത്തിയത്. അവളുടെ കല്യാണത്തിന് ഞാനൊരു തടസ്സം ആവരുതെന്ന് കരുതി. അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെയൊരു സന്തോഷം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നു കരുതി. പിന്നെ ഇപ്പോൾ എന്തോ ഒരു കൂട്ട് വേണമെന്നൊക്കെ ഒരു തോന്നൽ. അവൾ പറഞ്ഞുകൊണ്ട് ദൂരേക്ക് നോക്കി. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതേയില്ല അവൾ. എന്തോ അതിനുള്ള ശക്തി തനിക്കില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പറഞ്ഞ കൂട്ട് എന്ന വാക്കിൽ അവനൊന്ന് തറഞ്ഞു നിന്നു. ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണ്ടിയാണ് കല്യാണത്തിന് സമ്മതിച്ചതും ഇവിടം വരെ വന്നതും. താലി കെട്ടിക്കഴിഞ്ഞാൽ ഇവൾ തൻ്റെ ഭാര്യയാണ്, തൻ്റെ കൂട്ട്. പക്ഷേ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൂട്ട് ആവാൻ തനിക്ക് പറ്റുമോ? ചിന്തിച്ചു തീർന്നില്ല. ഒരുവളുടെ മുഖം അവൻ ഓർമ്മ വന്നു. മായയുടെ. തൻ്റെ കൂടെ ജീവിച്ചിരിക്കെ മറ്റൊരാളെ സ്നേഹിച്ച് അയാളുടെ കൂടെ പോയവൾ. അവനൊന്ന് നെടുവീർപ്പിട്ടു. എൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞതാണ്. 4 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഞാൻ അവളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത്. അവളും അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അത് തെറ്റായിരുന്നു. അത് കഴിഞ്ഞ വർഷം എനിക്ക് മനസ്സിലായി. അവൾക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ഒരു കത്തും എഴുതിവെച്ച് ഇറങ്ങിപ്പോയി. ഇപ്പോൾ അവളോട് എനിക്ക് വെറുപ്പ് മാത്രമേയുള്ളൂ. കാരണം എൻ്റെ കൂടെ ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരാളെ സ്നേഹിച്ചതിൽ, എന്നെ ചതിച്ചതിൽ.
ഞാൻ ഈ പറയുന്നത് എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി. താൻ ഇത്ര കാലം കല്യാണം വേണ്ടെന്ന് വെച്ച് നടന്നത് മറ്റൊരാളെ മനസ്സിലിട്ടുകൊണ്ടാണെങ്കിൽ ദയവ് ചെയ്ത് ഈ കല്യാണത്തിന് സമ്മതിക്കരുത്. ഇതിൽ നിന്നും പിന്മാറണം. ഇനിയൊരു ചതി കൂടി ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. അവൻ പറഞ്ഞുകൊണ്ട് അവളെയൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ ഭാവം എന്തെന്ന് അവന് മനസ്സിലായില്ല. അവൾ അവനെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഒരു ഉറപ്പ് ഞാൻ തരാം. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ എൻ്റെ അവസാന ശ്വാസം വരെ നിങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂ. അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അവൾ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണിലെ ഉറപ്പിനെ അവിശ്വസിക്കാൻ അവന് തോന്നിയില്ല. വേറെ എന്തേലും തനിക്ക് പറയാനുണ്ടോ? അവൻ ചോദിച്ചു. എനിക്ക് ജോലിക്ക് പോകണം. അച്ഛന് അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ അച്ഛനെ പണിക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ നിർബന്ധം കൊണ്ടാണ് പോകാത്തത്. അതുകൊണ്ട് എൻ്റെ വരുമാനത്തിൽ ഒരു ഭാഗം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ളതാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. എനിക്കറിയാം, നിങ്ങളൊക്കെ വലിയ പൈസയുള്ളവരാണ്. എൻ്റെ ശമ്പളം നിങ്ങൾക്ക് വളരെ ചെറുതായിരിക്കും. പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിനും അത് വലുതാണ്. ഞങ്ങളുടെ അന്നമാണ്. അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. എന്തോ അവൻ അവളോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി. കല്യാണത്തിന് ശേഷം മായ ജോലിക്ക് പോയിട്ടില്ല. തൻ്റെ പൈസയ്ക്ക് ഒരുപാട് പൊന്നും വസ്ത്രങ്ങളും വാങ്ങിക്കൂട്ടാൻ അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന ഭാര്യ ആയതുകൊണ്ട് തൻ്റെ പൈസ, അവളുടെ പൈസ അങ്ങനെ ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല. അവളുടെ വീട്ടിലും സാമ്പത്തികമായി വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. താൻ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞാലും അവൾ അതിന് സമ്മതിക്കില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഉള്ളിലെ സ്വാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ തൻ്റെ ഇഷ്ടം. അതിലൊന്നും ഞാൻ കൈകടത്തില്ല. പിന്നെ എനിക്ക് കിട്ടിയ ആ ചതിയിൽ നിന്ന് ഇപ്പോഴും ഞാൻ പൂർണ്ണമായി പുറത്തെത്തിയിട്ടില്ല. ആരെയെങ്കിലും വിശ്വസിക്കാൻ എനിക്കിപ്പോൾ പേടിയാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും എനിക്ക് കുറച്ച് സമയം വേണം. താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇനി വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ആ കൈകൊണ്ട് കെട്ടിയ താലി, ആ വിരലുകൊണ്ട് തൊട്ടു തരുന്നൊരു സിന്ദൂരം, അതുമാത്രമേ താനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും സമയം വേണമെന്നല്ലേ പറഞ്ഞത്? കൊടുക്കാം, എത്ര സമയം വേണേലും. കാത്തിരിക്കാം, എത്ര കാലം വേണേലും, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടു വീട്ടുകാരും ചേർന്ന് നന്ദൻ്റെയും ദേവയുടെയും വിവാഹം ഉറപ്പിച്ചു. നിശ്ചയമില്ല, നേരെ വിവാഹത്തിലേക്ക് കടന്നു. അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച അവരുടെ കല്യാണത്തിന് ദിവസം കണ്ടു. അവൾ കല്യാണത്തിന് സമ്മതിച്ചതിൽ അവളുടെ അനിയത്തി ശിവപ്രിയയ്ക്ക് ആയിരുന്നു ഏറ്റവും സന്തോഷം. തന്നെപ്പോലെ ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം തൻ്റെ ചേച്ചിക്കും കിട്ടണമെന്ന് അവൾ അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനായി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല അവളുടെ ജീവിതത്തിൽ. കല്യാണം ഉറപ്പിച്ചെങ്കിലും ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നന്ദനും ദേവയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നാണ് അവരുടെ കല്യാണ ദിവസം. കല്യാണ തിരക്കുകൾക്കിടയിലും ദേവയുടെ ഉള്ളം വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. താലികെട്ടിൻ്റെ സമയം അടുത്തു വരുന്നു. മനക്കൽ തറവാട്ടുകാരുടെ തന്നെ കൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട് അവിടെ അടുത്ത്. അവിടെ വെച്ചാണ് കല്യാണം. ചുറ്റുമുള്ളവരുടെ സംസാരമോ തമാശകളോ ഒന്നും അവളുടെ കാതിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഉള്ളിലെ പരിഭ്രമത്തിനപ്പുറം ഉള്ളിൽ നിറഞ്ഞൊഴുകുന്ന സന്തോഷം പുറത്തേക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവൾ ഭയന്നു. പ്രിയേച്ചി, ദാ വരുന്നു ചേച്ചിയുടെ നന്ദേട്ടൻ. അനിയത്തി ശിവപ്രിയ ഓടി വന്ന് കാതിൽ പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. ചേച്ചിയുടെ നന്ദേട്ടൻ, അതുമാത്രം അവളുടെ കാതിൽ തങ്ങി നിന്നു. ശിവ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ചന്ദനക്കളർ ഷർട്ടും കസവുമുണ്ടും ഉടുത്തു വരുന്ന നന്ദനെ. അവൻ്റെ കൂടെ അവരുടെ തറവാട്ടിലെ തന്നെ ആരൊക്കെയോ ഉണ്ട്. അവളുടെ കണ്ണുകളൊന്ന് പിടച്ചുപോയി. നെഞ്ചിടിപ്പ് കൂടി. സന്തോഷവും സങ്കടവും കൊണ്ട് അവൾക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. ചന്ദനക്കളർ കസവിൻ്റെ സെറ്റുസാരി ആയിരുന്നു അവളുടെയും വേഷം. അവളുടെ അമ്മയും അച്ഛനും അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. മിതമായ ചമയങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും മുല്ലപ്പൂവെല്ലാം ചൂടി അവളാകെ സുന്ദരിയായിട്ടുണ്ട്. ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിപ്പോകും അവളെ. അത്ര സുന്ദരിയാണ് അവൾ. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ നന്ദൻ അവളുടെ കഴുത്തിൽ അവൻ്റെ പേരെഴുതിയ താലി ചാർത്തി. അവൾ രണ്ട് കൈയും കൂപ്പി കണ്ണടച്ചു നിന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അവളുടെ മനസ്സ് അപ്പോൾ.
സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിമിഷം. നന്ദൻ അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയപ്പോൾ അവളുടെ ലോകം അവിടെ പൂർണ്ണമാകുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതാരും കാണാതെയിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. രണ്ടുപേരുടെയും, അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ കണ്ണുകൾ സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞൊഴുകി. അമ്പലത്തിനോട് ചേർന്നുള്ള ഹാളിൽ സദ്യ ഒരുക്കിയിരുന്നു. സദ്യ കൂടി കഴിഞ്ഞതും അവർ നന്ദൻ്റെ വീട്ടിലേക്കിറങ്ങി. സന്തോഷമായിട്ടിരിക്കണം, വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്, അമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ഉള്ളിൽ ചെറുതല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. ഇത്ര നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടന്ന പെണ്ണാണ്. ഇതിപ്പോൾ തങ്ങളെല്ലാം അത്രയും നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയാണ് അവരെല്ലാം കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും തൻ്റെ മകൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനയ്ക്കൽ തറവാട്ടിൽ അന്ന് വൈകിട്ട് വരെ നിറയെ ആളുകളായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് വീടിനകമൊന്ന് ശാന്തമായത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയതും എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞ് അവളുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി. അത് കഴിഞ്ഞ് മധുരം കൊടുത്തു. മധുരം കൊടുത്തു കഴിഞ്ഞതിൽ പിന്നെ നന്ദനെ അവൾ കണ്ടിട്ടില്ല. സന്ധ്യ ആകുന്നതുവരെ എല്ലാവരും അവൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. വല്യച്ഛന് 2 പെൺകുട്ടികളാണ്. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. ചെറിയച്ഛന് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും. പിന്നെ നന്ദൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദൻ ഒറ്റ മകനാണ്. എല്ലാവരുമായും അവൾ പരിചയപ്പെട്ടു. എല്ലാവർക്കും നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. ആരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് വേണ്ടാത്ത ചോദ്യങ്ങളോ പറച്ചിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് അത്രയ്ക്ക് അങ്ങോട്ട് സമാധാനിക്കേണ്ടെന്നും പറഞ്ഞ് നന്ദൻ്റെ അച്ഛൻ്റെ അനിയത്തി വരുന്നത്. എല്ലാ കുടുംബത്തിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാകുമല്ലോ, അല്ല ഉണ്ടാകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരിത്. ചെറിയച്ഛൻ്റെ മക്കളുടെ കൂടെ ഹാളിൽ ഇരിക്കുമ്പോഴാണ് അപ്പച്ചി അതിലേ വന്നത്. മുഖത്തോട് മുഖമായി പോയപ്പോൾ അവളൊന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു. അതിന് തർപ്പിച്ചൊരു നോട്ടമായിരുന്നു പകരം കിട്ടിയത്. പിന്നെ പുച്ഛത്തിലൊന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞൊരു പോക്കും. അവളാകെ വല്ലാതെയായിപ്പോയി. താൻ എന്തെങ്കിലും അവിവേകം ചെയ്തു പോയോ എന്നായിരുന്നു അവൾ ആ സമയം ചിന്തിച്ചു പോയത്. പക്ഷേ അവൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവരെ ഇപ്പോഴാണ് അവൾ അടുത്തുനിന്ന് ഒന്ന് കാണുന്നത് തന്നെ. അവളുടെ മുഖം വിളറി വെളുത്തത് കണ്ടിട്ടാകണം ചെറിയച്ഛൻ്റെ മകൾ അച്ചു എന്ന് വിളിക്കുന്ന അർച്ചന അവളുടെ കയ്യിൽ പിടിച്ചത്. സാരല്ലേ ഏട്ടത്തി, അപ്പച്ചി അങ്ങനെയാ, എന്തോ വലിയ സംഭവമാണെന്ന അപ്പച്ചിയുടെയും അപർണ ചേച്ചിയുടെയും വിചാരം. ഏട്ടത്തി അത് കാര്യമാക്കണ്ട, ഞങ്ങളോടും ഇങ്ങനെ തന്നെയാ, ആരെയും കണ്ണിൽ പിടിക്കില്ല. അച്ചു പറഞ്ഞതും ദേവ അവളെയൊന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അത് തന്നെ, സാരില്ലേ ഏട്ടത്തി, അവരങ്ങനെയാ, ഞങ്ങളെക്കുറിച്ച് തന്നെ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നേ, ഞങ്ങൾ അവരെ മൈൻഡ് ചെയ്യാറില്ല. അർച്ചനയുടെ ഏട്ടൻ ആരവും പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് അല്പമൊന്ന് ആശ്വാസം തോന്നിയത്. എല്ലാവരോടും അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളും കരുതി. ഒരേ നാട്ടുകാരാണെങ്കിലും അവർ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടേയില്ലായിരുന്നു. പക്ഷേ ഈ കുറച്ചു സമയം കൊണ്ട് തന്നെ അവർ 3 പേരും തമ്മിൽ അടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വർത്താനം പറയുന്നത് കൊണ്ടാകണം ഇവിടെ വന്നിട്ടും മടുപ്പ് തോന്നാത്തത്, ഒറ്റപ്പെട്ടതുപോലെ തോന്നാത്തത്, അവൾ ഓർത്തു. രാത്രി അത്താഴം കഴിക്കുന്ന നേരത്താണ് പിന്നെ നന്ദനെ അവൾ കണ്ടത്. പുറത്തെവിടെയോ പോയതായിരുന്നു. കല്യാണവേഷമൊക്കെ മാറ്റിയിട്ടാണ് പുറത്തു പോയത്. വന്നതും നേരെ മുറിയിൽ ചെന്ന് കുളിച്ചു. ആ സമയം അവൾ അമ്മമാരോടൊപ്പം അടുക്കളയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വന്നതും കുളിച്ചതുമൊന്നും അറിഞ്ഞിട്ടില്ല. നന്ദൻ വന്നില്ലേ മോളെ? സാവിത്രിയമ്മ പപ്പടം കാച്ചിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ലാന്നാ തോന്നുന്നേ അമ്മേ, ഞാനിങ്ങോട്ട് വരുന്നവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നോ എന്നറിയില്ല അമ്മേ, പോയി നോക്കണോ? അവൾ കിച്ചൺ സ്ലാബിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു. അവൾ സഹായിക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അവരാരും സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ വെറുതെ നിന്നതാണ്. തൊട്ടടുത്ത് തന്നെ സ്ലാബിന് മുകളിൽ കയറി അച്ചു ഇരിപ്പുണ്ട്. ഓ, ഭർത്താവ് വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൾക്ക് അറിയില്ല. സ്വന്തം കാര്യം സിന്ദാബാദ്. ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തിയുടെ മോന് വേണ്ടി കണ്ടുപിടിച്ച കുട്ടി കൊള്ളാം. അവിടേക്ക് വന്ന അപ്പച്ചി ഒരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം വാടി, തല കുനിഞ്ഞു. അതുകണ്ട് സാവിത്രിയമ്മ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. കുട്ടി എങ്ങനെ കാണാനാ രാധേ, മോള് ഇവിടെ നിൽക്കല്ലേ, സാവിത്രിയമ്മ പറഞ്ഞു. ഓ, മരുമോൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന അമ്മായിയമ്മ.
ഏട്ടത്തി ഇപ്പോഴേ ഇവൾക്ക് വളം വെച്ച് കൊടുക്കേണ്ട, പിന്നെ അത് ഏട്ടത്തിക്ക് തന്നെയാവും പാട്. പറഞ്ഞുകൊണ്ട് അപ്പച്ചി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഏട്ടത്തി, സാരില്ല, അവര് അങ്ങനെ തന്നെയാ. ഏട്ടത്തി അത് കാര്യാക്കേണ്ട. വാടിയ മുഖത്തോടെ നിൽക്കുന്ന അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അച്ചു പറഞ്ഞു. സാരില്ല മോളെ, മോളതൊന്നും കാര്യാക്കേണ്ട. ഞങ്ങളോടും ഇങ്ങനെ തന്നെയാ. പിന്നെ ഭർത്താവിൻ്റെ അനിയത്തിയല്ലേ എന്നും കരുതി സഹിക്കുന്നതാ ഞങ്ങള്. ശ്രീദേവി ചെറിയമ്മയും അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സാരില്ല ചെറിയമ്മേ. അവൾ അവരെ നോക്കിയൊന്ന് പതിയെ ചിരിച്ചു. ദേ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. മോളെ അച്ചു, മോള് ഏട്ടത്തിയെയും വിളിച്ച് അവിടേക്ക് നടന്നു. ഞങ്ങൾ ഇതൊക്കെ അവിടേക്ക് എടുത്തു വെച്ചോളാം. സാവിത്രിയമ്മ അച്ചുവിനോട് പറഞ്ഞുകൊണ്ട് ദേവയെ ഒന്ന് നോക്കി. ചെല്ല്, മക്കള് കുറച്ചു നേരം അവിടെ എവിടെയെങ്കിലും ചെന്നിരുന്നോ, സാവിത്രിയമ്മ അവളോട് പറഞ്ഞു. സാരില്ല അമ്മേ, ഞാനും സഹായിക്കാം, അവൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ തന്നെ നിന്നു. പുറത്തേക്കിറങ്ങിയാൽ അപ്പച്ചിയെ കാണേണ്ടി വരുമോ എന്നൊരു വല്ലായ്മ തോന്നി അവൾക്ക്. അത്താഴത്തിന് അച്ഛനും വല്യച്ഛനും ചെറിയച്ഛനും ഇരുന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പച്ചിയും കയറിയിരുന്നു. കൂട്ടത്തിൽ അപർണയുടെ കൈ പിടിച്ച് അരികിലേക്കിരുത്തുകയും ചെയ്തു. ഇനി ബാക്കി 3 കസേര ഒഴിഞ്ഞിരിപ്പുണ്ട്. നന്ദൻ വന്നതും അവൻ്റെ നോട്ടം ഒരു വേള ദേവയിൽ വന്നു നിന്നു. അമ്മമാർക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇരിക്കു നന്ദ, അപ്പച്ചി അപർണയ്ക്ക് അരികിലെ കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ അവരെ നോക്കിയില്ല. കേട്ട ഭാവം പോലും നടിച്ചില്ല. അവൻ്റെ മുഖം കടുത്തു നിന്നു. അവനെ തന്നെ നോക്കി നിന്ന ദേവയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ദേവയ്ക്ക് മാത്രമല്ല, അവിടെയുള്ള ബാക്കിയുള്ളവർക്കും. അവൻ അവരെ നോക്കാതെ ചുറ്റി വന്ന് ചെറിയച്ഛന് അരികിലുള്ള കസേരയിലിരുന്നു. അതു കണ്ടതും ദേവയ്ക്ക് എന്തിനോ അല്പം ആശ്വാസം തോന്നി. പക്ഷേ അപ്പച്ചിയുടെയും അപർണയുടെയും മുഖം കടുത്തു തന്നെ നിന്നു. അപ്പച്ചിയുടെ സംസാരവും അപർണയുടെ അരികിലെ കസേരയിലേക്ക് ഇരിക്കാൻ പറഞ്ഞതുമൊന്നും ദേവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നു മാത്രമല്ല, എന്തോ വല്ലായ്മ തോന്നുകയും ചെയ്തിരുന്നു. മോളുകൂടി ഇരിക്കി, അപ്പു നീയും ഇരിക്കി, അപർണയ്ക്ക് അരികിലെ ഒഴിഞ്ഞുകിടക്കുന്ന കസേര ചൂണ്ടി സാവിത്രിയമ്മ പറഞ്ഞു. ആരവിനെ എല്ലാവരും അപ്പു എന്നാണ് വിളിക്കുന്നത്. വേണ്ട അമ്മേ, നമുക്ക് ഒരുമിച്ചിരിക്കാം, അവൾ പറഞ്ഞു. നന്ദൻ അവളെ ഒന്ന് നോക്കി. അവരോടൊപ്പം അവൾ കഴിച്ചോളും എന്നവൻ കരുതി. അമ്മയെപ്പോലെ തന്നെയാണ് വല്യമ്മയും ചെറിയമ്മയും. അവളെ അവർ വേദനിപ്പിക്കില്ലെന്ന് അവനറിയാം. എന്നാ നീ ഇരിക്കി, സാവിത്രിയമ്മ അപ്പുവിനോട് പറഞ്ഞു. വേണ്ട, ഞാനും അച്ചുവും ഏട്ടത്തിക്ക് ഒപ്പം ഇരുന്നോളാം, അവൻ പറഞ്ഞുകൊണ്ട് അച്ചുവിനെയും കൂട്ടി ലിവിംഗ് റൂമിലേക്ക് നടന്നു. ആ പറഞ്ഞത് അപ്പച്ചിക്കും അപർണയ്ക്കും ഇഷ്ടമായിട്ടില്ലെന്ന് അവരുടെ മുഖഭാവം കണ്ടാലറിയാം. കൂടാതെ ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നുമുണ്ട്. ദേവയത് കാര്യമാക്കിയില്ല. അവൾ ലിവിംഗ് റൂമിലെ സോഫയിലിരിക്കുന്ന ആ ഏട്ടനെയും അവൻ്റെ പെങ്ങളൂട്ടിയെയും ഒന്ന് നോക്കി. ഇവിടെ നിന്ന് നോക്കിയാൽ അവിടേക്ക് കാണാം. രണ്ടാളും TV കാണുകയാണ്. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞാണ് അവളിരിക്കുന്നത്. അവൻ്റെ ഒരു കൈ അവളുടെ മുടിയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. 22 വയസ്സുണ്ടാകും അവന്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അച്ചു +2. ആരവിന് അച്ചു പെങ്ങളല്ല, സ്വന്തം മോള് തന്നെയാണ്. അങ്ങനെയാണ് അവൻ അവളെ കൊണ്ടു നടക്കുന്നതും. അവരെ അങ്ങനെ നോക്കി നിന്നപ്പോൾ ദേവയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആരെയും നോക്കാതെ ഒന്നും സംസാരിക്കാതെയാണ് നന്ദൻ കഴിക്കുന്നത്. അവന് വേണ്ടതെല്ലാം അവൻ തന്നെ വിളമ്പിയെടുക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് കൈ കഴുകി ഉമ്മറത്തേക്ക് നടന്നു. അവൻ പോയ വഴിയെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ട് സാവിത്രിയമ്മ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൻ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയം മുറ്റത്തുകൂടെ നടക്കും, എന്നിട്ടേ വന്ന് കിടക്കുകയുള്ളൂ, സാവിത്രിയമ്മ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. മോള് വാ, നമുക്ക് കഴിക്കാം. അച്ചു, അപ്പു വാ വന്നേ. ബാക്കിയുള്ളവർ കൂടി കഴിച്ചു കഴിഞ്ഞെഴുന്നേറ്റതും സാവിത്രിയമ്മ പറഞ്ഞു. അച്ചുവും അപ്പുവും കൂടി വന്നതും അവരെല്ലാവരും കഴിക്കാനിരുന്നു. അമ്മയും ചെറിയമ്മയും വല്യമ്മയും അവർക്കൊപ്പമാണ് ഇരുന്നത്. മോൾക്ക് ഇവിടുത്തെ ഭക്ഷണം പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, വല്യമ്മയാണ് അത് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നുമില്ല വല്യമ്മേ, ഞാൻ എന്തായാലും കഴിക്കും, അവൾ പറഞ്ഞതും അവരെല്ലാവരും ഒന്ന് ചിരിച്ചു. അവളുടെ ഒതുങ്ങിയ പ്രകൃതവും പതുങ്ങിയ സംസാരവും അവർക്ക് നന്നേ ഇഷ്ടമായിരുന്നു. മോൾക്ക് എന്തേലും ഇഷ്ടമുണ്ട് പറയാൻ മടിക്കേണ്ടട്ടോ, അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കഴിക്ക് അച്ചു. അച്ചു കഴിക്കാതെ നുള്ളിപ്പെറുക്കി ഇരിക്കുന്നത് കണ്ട് അപ്പു പറഞ്ഞു. മതി ഏട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് പതിയെ പറഞ്ഞതും അച്ചു അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി.
ഈ ചിണുങ്ങലും മതിയാക്കലും എന്തിനാണെന്ന് അവന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ മുഖത്ത് ചിരിയാണ്. ദേവ മാത്രം ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ട്. അപ്പു അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ പ്ലേറ്റിൽ നിന്നും അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൾക്ക് മതിയാവലും മടിയുമില്ല. അവൾക്ക് വാരി കൊടുക്കുന്നതിൻ്റെ കൂടെ അവൻ പറയുന്നുണ്ട്. അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. കണ്ണുരുട്ടിയാണ് അവൻ പറയുന്നതെങ്കിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിൽപ്പുണ്ട്. ഇത് കണ്ടു നിന്ന ദേവയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ഒരു പ്ലേറ്റ് ചോറ് മുഴുവൻ അവൻ അവൾക്ക് വാരിക്കൊടുത്തു. ഒരു മടിയും കൂടാതെ അവൾ അത് കഴിക്കുകയും ചെയ്തു. അവൾ കഴിച്ചു കഴിഞ്ഞതും അവൻ അവളുടെ പ്ലേറ്റ് നീക്കി വെച്ച് അതിലെ ചോറ് കഴിക്കാൻ തുടങ്ങി. അച്ചു കൈ കഴുകി വന്ന് അവനടുത്തിരുന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. അവൻ തിരിച്ചും അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നും പറയുന്നുമുണ്ട്. ഇതിനു വേണ്ടിയാണ് രണ്ടുപേരും നേരത്തെ ഇരിക്കാതിരുന്നതെന്ന് ദേവയ്ക്ക് തോന്നി. അത്താഴം കഴിച്ചു കഴിഞ്ഞതും അപ്പച്ചിയും മോളും നേരെ ചെന്ന് മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. ഇവിടെ നിന്നാൽ പാത്രം കഴുകേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ദേവയും അവർക്കൊപ്പം അടുക്കളയിൽ ചെന്നു. പാത്രം കഴുകാമെന്ന് അവൾ ഒത്തിരി പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല. അവളുടെ ഫോൺ അവളുടെ വീട്ടിലായതുകൊണ്ട് തന്നെ അവൾ സാവിത്രിയമ്മയോട് വീട്ടിലേക്ക് വിളിക്കാനായി ഫോൺ ചോദിച്ചു. അവരപ്പോൾ തന്നെ അവൾക്ക് ഫോൺ എടുത്തു കൊടുത്തു. അവളൊരു ചിരിയോടെ ഫോണും വാങ്ങി പതിയെ അടുക്കളപ്പുറത്തേക്കിറങ്ങി. അമ്മയുടെ ഫോണിലേക്കാണ് വിളിച്ചത്. റിങ് ചെയ്ത് 2 നിമിഷത്തിനുള്ളിൽ അമ്മ ഫോണെടുത്തു. അമ്മേ, അവൾ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അവിടെ എങ്ങനെ? സന്തോഷാണോ അമ്മയുടെ കുട്ടിക്ക്? അവളുടെ ശബ്ദം കേട്ടതും അമ്മ അതാണ് ചോദിച്ചത്. ആ അമ്മേ, ഇവിടെ എല്ലാവരും പാവാ. അമ്മയും വല്യമ്മയും ചെറിയമ്മയും ഒക്കെ. എന്നെക്കൊണ്ട് ഒരു ജോലിയും എടുപ്പിക്കുന്നില്ല. ചെറിയച്ഛന് 2 മക്കളാണ്. അവരുമായി പെട്ടെന്ന് കൂട്ടായി. അവൾ പറഞ്ഞതും അമ്മയ്ക്ക് സമാധാനം തോന്നി. അങ്ങനെ പറഞ്ഞെന്ന് കരുതി മോളൊന്നും ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. അമ്മയ്ക്കറിയാം മോളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന്. പിന്നെ അമ്മ വെറുതെ പറഞ്ഞെന്നേയുള്ളൂ. അച്ഛൻ എവിടെ അമ്മേ? ശിവ പോയോ? ഇല്ല, എല്ലാവരും ഇവിടെയുണ്ട്. അമ്മ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. പറഞ്ഞുകൊണ്ട് അമ്മ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. കണ്ണേ, അച്ഛൻ വിളിച്ചതും അവളുടെ കണ്ണ് നിറഞ്ഞു. അച്ഛാ, മരുന്ന് കഴിക്കണേ, മറക്കരുത്. അവൾ പറയുന്നത് കേട്ട് അച്ഛനൊന്ന് ചിരിച്ചു. അതൊക്കെ അച്ഛൻ നോക്കിക്കോളാം. എൻ്റെ കുട്ടിക്ക് അവിടെ സുഖം തന്നെയല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛേ, സന്തോഷാ, അവൾ പറഞ്ഞു. ഇതാരുടെ ഫോണാ? അച്ഛൻ ചോദിച്ചു. നന്ദേട്ടൻ്റെ അമ്മയുടെ ഫോണാണ്. നിങ്ങൾ നാളെ വരില്ലേ കണ്ണാ? അറിയില്ല അച്ഛേ, ഒന്നും പറഞ്ഞില്ല. ആ, മോളെ ഫോൺ ഇവിടെയായി പോയല്ലോ. ഇനി എന്താ ചെയ്യുക? അത് സാരില്ല അച്ഛേ, വരുമ്പോൾ എടുത്തോളാം. സ്കൂളിൽ നിന്ന് ആരേലും വിളിച്ചാൽ എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് ഇതിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. ആ, എന്നാ അങ്ങനെ ചെയ്യാം. പിന്നെ കണ്ണാ, ഭക്ഷണം കഴിച്ചോ? ഉവ്വ് അച്ഛേ, അവിടെയോ? ഇവിടെയും കഴിച്ചു. ശിവ എവിടെ? ഉറങ്ങിയോ? ഇല്ല, നല്ല ആളും ബഹളവുമായിരുന്നില്ലേ? കുഞ്ഞിപ്പെണ്ണ് നല്ല കരച്ചിലായിരുന്നു. ഇപ്പോൾ അവളെ ഉറക്കാൻ വേണ്ടി കയറിയതേയുള്ളൂ. ആ, എന്നാ അവളോട് പറഞ്ഞാൽ മതി. ശരി അച്ഛേ, മരുന്ന് മറക്കല്ലേ. അമ്മയെ നോക്കിക്കോണം. അമ്മയോട് പറഞ്ഞാൽ മതി. ഞാൻ വെക്കട്ടെ. അവൾ പറഞ്ഞതും അച്ഛൻ ശരി വെച്ചോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. 2 കൂട്ടർക്കും വല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു ആ സമയം. നന്ദൻ്റെ അമ്മയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ അധികം സമയം സംസാരിച്ചു നിൽക്കാനും അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ഇത്ര വേഗം കഴിഞ്ഞോ? അവൾ അകത്തേക്ക് കയറിയതും നന്ദൻ്റെ അമ്മ ചോദിച്ചു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അടുക്കളപ്പടിയിൽ നിന്ന് സംസാരിച്ചതുകൊണ്ട് അവളുടെ സംസാരമെല്ലാം അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാകണം അവരുടെ മുഖത്തെല്ലാം ഒരു സന്തോഷവും പുഞ്ചിരിയുമുണ്ട്. എന്നാ മോള് മുറിയിലേക്ക് ചെന്നോ? ഒരു ഗ്ലാസ്സിൽ പാലൊഴിച്ച് അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. അവളൊന്ന് വിറച്ചുപോയി എന്നതാണ് സത്യം. എങ്കിലും അവളത് പുറത്ത് കാണിക്കാതിരിക്കാനായി ഒത്തിരി കഷ്ടപ്പെട്ടു. മുകളിലേക്കുള്ള കോണിപ്പടി കയറുമ്പോൾ അവളുടെ കാലൊന്ന് വിറച്ചിരുന്നു. ഈ നിമിഷങ്ങളെല്ലാം ഒത്തിരി ആഗ്രഹിച്ചതാണ്, പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ സന്തോഷവും വെപ്രാളവുമെല്ലാം അവളുടെ ഉള്ളിൽ ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. മുറിയുടെ വാതിൽ പാതി അടഞ്ഞു കിടപ്പാണ്. അവൾ അത് പതിയെ തുറന്ന് അകത്തേക്ക് കയറി. ആളെ അവിടെ എങ്ങും കാണുന്നില്ല. എവിടെ പോയി? അതും ചിന്തിച്ചുകൊണ്ട് അവൾ ബാത്റൂമിൻ്റെ നേരെ നോക്കി.
വാതിൽ പുറത്തുനിന്നും അടഞ്ഞുകിടപ്പാണ്. അവൾ കയ്യിലെ പാൽ ഗ്ലാസ് മുറിയിലെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പതിയെ പുറത്തേക്കിറങ്ങി. മുറിയുടെ മുൻപിലെ വരാന്തയിലൂടെ നേരെ ചെന്നാൽ നീണ്ടുകിടക്കുന്ന വരാന്ത കാണാം. അവൾ പതിയെ അവിടേക്ക് ചെന്നു നോക്കി. അവിടെ ആ മരത്തിൻ്റെ ചാരുപടിയിൽ കാലും നീട്ടിയിരുന്ന് ഏതോ പുസ്തകവും വായിച്ചിരിപ്പാണ് ആള്. ബേബി പിങ്ക് നിറത്തിലുള്ളൊരു ഷർട്ടും വെള്ള മുണ്ടുമാണ് ആളുടെ വേഷം. പുറത്ത് നല്ല നിലാവുണ്ട്. കൂടാതെ നല്ല നേർത്ത തണുത്ത കാറ്റും. ആ കാറ്റിൽ അവൻ്റെ മുടി പതിയെ ഇളകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചുനേരം ആ കാഴ്ചയും നോക്കി അങ്ങനെ നിന്നു. പിന്നെ പതിയെ മുറിയിലേക്ക് തന്നെ വന്നു. അവൾ അങ്ങ് പോയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. നേരെ നോക്കാതെ തന്നെ അവൻ കണ്ടിരുന്നു വാതിൽക്കൽ വന്ന് തന്നെ നോക്കി നിൽക്കുന്നവളെ. അവനൊരു നിശ്വാസത്തോടെ വീണ്ടും പുസ്തകത്തിലേക്ക് നോട്ടം പായിച്ചു. 2 വരി വായിച്ചതും അവൻ പതിയെ ആ പുസ്തകം അടച്ചു വെച്ചു. പിന്നെ അല്പസമയം ദൂരെ കാണുന്ന നിലാവിലേക്ക് നോക്കിയിരുന്നു. ചിന്തകൾ കാട് കയറി പോകുന്നുണ്ട്. വേണ്ട, ഇനിയൊന്നും ഓർക്കേണ്ട, കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അല്പം സമയം കണ്ണടച്ചിരുന്നു. താൻ താലി ചാർത്തുമ്പോൾ 2 കൈയും കൂപ്പി കണ്ണടച്ചു നിന്ന ഒരുവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അവൻ കണ്ണു തുറന്നു. പാവം, തൻ്റെ ആദ്യ ഭാര്യ തന്നെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയതിന് ഇവളെന്ത് ചെയ്തു? തനിക്കാണ് ഇത് 2ാം വിവാഹം. അവൾക്കിത് അവളുടെ ജീവിതത്തിലെ ആദ്യ വിവാഹമാണ്. പുറമേ കാണിച്ചില്ലെങ്കിലും അവളുടെ ഉള്ളിലും ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഉണ്ടാവും. അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. മുറിക്ക് മുൻപിലെത്തിയതും കണ്ടു കട്ടിലിൽ ചാരി കണ്ണടച്ചിരിക്കുന്നവളെ. അവൻ അകത്തു കയറി വാതിൽ ലോക്ക് ചെയ്തു. വാതിൽ അടയുന്ന ശബ്ദം കേട്ട് അവളൊരു ഞെട്ടലോടെ കണ്ണു തുറന്നു. പിന്നെ എഴുന്നേറ്റ് നിന്നു. മുൻപിൽ നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് പതിയെ പുഞ്ചിരിച്ചു. അവളുടെ ആ പുഞ്ചിരി പോലും വളരെ നേർത്തതായി അവന് തോന്നി. ഉറക്കം വന്നിരുന്നേൽ തനിക്ക് കിടക്കാമായിരുന്നല്ലോ. അവനും ഒരു നേർത്ത ചിരിയോടെ അവളോട് ചോദിച്ചുകൊണ്ട് കയ്യിലെ പുസ്തകം മേശപ്പുറത്തേക്ക് വെച്ചു. ചെറിയൊരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള അവൻ്റെ മുഖം കണ്ട് അവൾക്ക് ചെറുതല്ലാത്തൊരു ആശ്വാസം തോന്നി. നേരത്തെ അപ്പച്ചി അത്താഴം കഴിക്കാൻ വേണ്ടി അരികിലിരിക്കാൻ വിളിച്ചപ്പോൾ കാണേണ്ടതായിരുന്നു അവൻ്റെ മുഖം. അവൾക്കത് ഓർക്കാൻ പോലും വല്ലായ്മ തോന്നി. ഞാനിപ്പോൾ ഇങ്ങ് വന്നതേയുള്ളൂ, അവൾ പതിയെ പറഞ്ഞു. അവനൊന്ന് മൂളിയതേയുള്ളൂ. അവൻ വന്ന് കട്ടിലിൽ ഇരുന്നപ്പോൾ അവളോടും അവൻ ഇരിക്കാൻ പറഞ്ഞു. അവൾ പതിയെ കട്ടിലിൽ അവൻ ഇരിക്കുന്നതിൻ്റെ മറുവശത്തിരുന്നു. അല്പസമയം അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. കുറച്ചുനേരം കൂടി ആ നിശബ്ദത നീണ്ടുപോയപ്പോൾ അവർക്ക് 2 പേർക്കും ഒരുപോലെ ശ്വാസം മുട്ടി. അവൾ വെറുതെ കൈവിരലുകളിലേക്കും നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഒരു നിമിഷം അവൻ്റെ നോട്ടം മേശപ്പുറത്തിരിക്കുന്ന പാൽ ഗ്ലാസ്സിൽ എത്തി നിന്നു. അവനൊന്ന് നെടുവീർപ്പിട്ടു. താൻ പാല് കുടിക്കുമെങ്കിൽ അതെടുത്ത് കുടിച്ചോളൂ. എനിക്ക് രാത്രി പാല് കുടിച്ച് ശീലമില്ല, അവൻ പറഞ്ഞു. അവളുടെ നോട്ടവും ഒരു നിമിഷം ആ പാൽ ഗ്ലാസ്സിൽ എത്തി നിന്നു. താൻ കുടിക്കുമെങ്കിൽ കുടിക്ക്, വെറുതെ കളയേണ്ടല്ലോ. ഇത് കിട്ടാൻ കൊതിക്കുന്ന ഒത്തിരി മക്കൾ ഈ ലോകത്തുണ്ട്. അത് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതിൽ വിഷമിക്കുന്ന ഒത്തിരി പേരൻസും. ഞാൻ നിർബന്ധിക്കില്ല. തനിക്ക് കുടിച്ച് ശീലമുണ്ടെങ്കിൽ കുടിച്ചാൽ മതി, അവൻ പറഞ്ഞതും അവൾ ചെന്ന് ആ പാലെടുത്ത് കുടിച്ചു. ശേഷം പോയി വാ കഴുകി വന്നു. തനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകണമെന്നുണ്ടോ? ബാത്റൂമിൽ നിന്ന് അവൾ വന്നതും അവൻ ചോദിച്ചു. അവളൊന്ന് അവനെ നോക്കി. തൽക്കാലം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് അത് വിഷമാവും. അല്ലാതെ ഞാൻ തൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നതല്ല, അവൻ പറഞ്ഞതു കേട്ട് അവളൊന്ന് ചിരിച്ചു. മതി, ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയാൽ മതി, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. വീണ്ടും അവർക്കിടയിൽ മൗനം നിറഞ്ഞു വന്നു. എടോ, ഞാനൊന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് കുറച്ച് സമയം വേണം. അത് അവളെ ഓർത്തിരിക്കുന്നതുകൊണ്ടല്ല, അവളെ ഓർക്കുന്നുമില്ല. പക്ഷേ ഇനിയൊരു കല്യാണത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടേയില്ല. പെട്ടെന്ന് നടത്തിയ കല്യാണമല്ലേ, അതുകൊണ്ട് മാത്രം കുറച്ച് സമയം. അതുവരെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. നമ്മളും തമ്മിൽ ഇതുവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇല്ലല്ലോ. എന്നെ മനസ്സിലാക്കാൻ തനിക്കും സമയം വേണമല്ലോ. ഒരു കാര്യം ഞാൻ വാക്ക് തരാം, തന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല, അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി.
വർഷങ്ങൾ കൊണ്ട് നെഞ്ചിലിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇയാള് എന്ന് പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവളതെല്ലാം ഉള്ളിലൊതുക്കി നേർത്തൊരു പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ. എന്നാ നമുക്ക് കിടന്നാലോ? ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. അവൻ കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് കൈയെത്തിച്ച് സീറോ ബൾബ് ഓൺ ചെയ്ത ശേഷം ലൈറ്റ് ഓഫ് ചെയ്തു. കട്ടിലിൻ്റെ രണ്ടു വശത്തായി അവർ രണ്ടുപേരും കിടന്നു. അവൻ കെട്ടിയ താലിയിൽ കൊരുത്തു പിടിച്ചുകൊണ്ട് അവൾ കണ്ണും തുറന്നു കിടന്നു. അവളുടെ ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കുകയായിരുന്നു. അവൾ നന്ദൻ്റെ ആദ്യ ഭാര്യ മായയെക്കുറിച്ച് ചിന്തിച്ചു. ഈ മുറിയിൽ വച്ചായിരിക്കില്ലേ അവർ ആദ്യമായി സ്നേഹിച്ചത്, നന്ദൻ്റെ സ്നേഹം അറിഞ്ഞത്, അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയത്? അതെ, എല്ലാം ഇവിടെ വെച്ച് തന്നെ ആയിരിക്കണം. അവസാനം നന്ദനെ ചതിച്ച് മറ്റൊരാളെ സ്നേഹിച്ച് ഓടിപ്പോയതും ഈ മുറിയിൽ നിന്നായിരിക്കണം. അതിനുശേഷം എത്ര തളർന്നു പോയിട്ടുണ്ടാവും നന്ദൻ. ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും, സങ്കടം തോന്നിയിട്ടുണ്ടാവും, ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, വേദന തോന്നിയിട്ടുണ്ടാവും, ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടാകും. അവൾക്ക് അവനോട് പാവം തോന്നി. സാരമില്ല, ഇനി ഞാനുണ്ടല്ലോ. ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ മുൻപോട്ട് പോയെന്നിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്നെയും സ്നേഹിക്കും, എന്നെയും ചേർത്ത് പിടിക്കും, ചുംബിക്കും, ഇറുക്കെ പുണരും. ഞാൻ നന്ദേട്ടൻ്റേതും നന്ദേട്ടൻ എൻ്റേതുമാകും. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അടിവയറ്റിൽ നിന്നും പൂമ്പാറ്റക്കൂട്ടം ചിറകടിച്ചുയർന്നു. നേരത്തെ മായയോടൊപ്പം അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉള്ളിലെവിടെയോ തോന്നിയ ആ വേദന പതിയെ മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ തന്നെ അവന് നേരെ തിരിഞ്ഞു കിടന്നു. കട്ടിലിൻ്റെ അങ്ങേ സൈഡിൽ കിടക്കുന്നുണ്ട് ആള്. കണ്ണടച്ചിട്ടുണ്ട്. ആ മങ്ങിയ വെളിച്ചത്തിലും അവളുടെ കണ്ണുകൾ വ്യക്തമായി അവനെ കണ്ടു. ആള് ഉറങ്ങിയോ ആവോ? അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ കിടന്നു. അപ്പോഴും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. അവനോടൊപ്പമുള്ള നല്ലൊരു ജീവിതവും സ്വപ്നം കണ്ട് കണ്ട് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. ആ അടഞ്ഞ മിഴികൾക്കിടയിലും നിറഞ്ഞു നിന്നത് ചിരിക്കുന്ന അവളുടെ പ്രാണന്റെ മുഖമായിരുന്നു.